നമസ്കാരം. KCN ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കാസർഗോഡ് ചന്ദേര പോലീസ് സ്റ്റേഷൻ പരിധിയിൽ 16-കാരിയെ കൂട്ടബലാത്സംഗത്തിനിരയാക്കിയതായി പരാതി. സംഭവത്തിൽ 15-കാരൻ ഉൾപ്പെടെ 5 പേർക്കെതിരെ പോക്സോ വകുപ്പ് പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തു. കാസർഗോഡ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ വിദ്യാർത്ഥികളുടെ പഠനം പ്രതിസന്ധിയിൽ. പഠനം ആരംഭിച്ച് 4 മാസം കഴിഞ്ഞിട്ടും അനാട്ടമി ലാബ് പോലും ഒരുക്കിയിട്ടില്ല. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് സേവനം ഇനി മംഗളൂരുവിലും. KCCL കൂഡ്ലയുടെ ഉദ്ഘാടനം ഫെബ്രുവരി 21-ന് കർണാടക നിയമസഭാ സ്പീക്കർ UT ഖാദർ നിർവഹിക്കും. വന്ദേ മാതരം കോസ്റ്റൽ സൈക്ലോത്തോണിന് ജില്ലയിൽ ഉജ്ജ്വല സ്വീകരണം. NCC കാഡറ്റുകൾ തൃക്കണ്ണാട് മുതൽ ബേക്കൽ ബീച്ച് വരെയും ബീച്ചിൽ നിന്ന് ചാമുണ്ടിക്കുന്ന് വരെയും സൈക്കിൾ റാലിയെ അനുഗമിച്ചു. തെരുവത്ത് ചിരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ ബ്രഹ്മകലോത്സവവും നടാവലി ഉത്സവവും 23-ന് തുടങ്ങും. മാർച്ച് 1 വരെ നീളുന്ന ഉത്സവ ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി കാവുമഠം ബ്രഹ്മശ്രീ വിഷ്ണുപ്രകാശ തന്ത്രി കാർമ്മികത്വം വഹിക്കും. മഞ്ചേശ്വരം താലൂക്ക് ലൈബ്രറി കൗൺസിൽ താലൂക്ക് തല സെമിനാർ സംഘടിപ്പിച്ചു. കാസർഗോഡ് ജില്ലാ ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് KV ദിലീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു. പിലിക്കോട് ഉത്തരമേഖല കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ ഫാം കാർണിവൽ വൈവിധ്യമാർന്ന പരിപാടികളോടെ നടക്കും. 17 ദിവസം നീളുന്ന കാർണിവൽ കൃഷിമന്ത്രി P പ്രസാദ് ഉദ്ഘാടനം ചെയ്യും. വാർത്തകൾ വിശദമായി. കാസർഗോഡ് ചന്ദേര പോലീസ് സ്റ്റേഷൻ പരിധിയിൽ 16-കാരിയെ കൂട്ടബലാത്സംഗത്തിനിരയാക്കിയതായി പരാതി. സംഭവത്തിൽ 15-കാരൻ ഉൾപ്പെടെ 5 പേർക്കെതിരെ പോക്സോ വകുപ്പ് പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തു. 2 പേരെ അറസ്റ്റ് ചെയ്തു. ചന്ദേര പോലീസ് സ്റ്റേഷൻ പരിധിയിലെ 16-കാരിയെയാണ് ലൈംഗിക പീഡനത്തിനിരയാക്കിയത്. പെൺകുട്ടിയുടെ സഹോദരി ഭർത്താവ്, 15-കാരൻ, സ്പോർട്സ് കടയുടമ, കോഴിക്കടയുടമ എന്നിവരാണ് കേസിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. സംഭവവുമായി ബന്ധപ്പെട്ട് കോഴിക്കട ഉടമ നൌഷാദ്, ഫായിസ് എന്നിവരെയാണ് ചന്ദേര ഇൻസ്പെക്ടർ K പ്രശാന്ത് അറസ്റ്റ് ചെയ്തത്. പീഡനത്തിനിരയായ പെൺകുട്ടിയുടെ 45-കാരനായ സഹോദരി ഭർത്താവ് 2 മാസം മുൻപ് അസുഖം ബാധിച്ച് മരിച്ചിരുന്നു. ഇയാളും കേസിൽ പ്രതിയാണ്. 15-കാരനായ വിദ്യാർത്ഥിയെയും 2 ആഴ്ച മുമ്പ് വിദേശത്തേക്ക് കടന്ന ആംബുലൻസ് ഡ്രൈവറായ റഷീദിനെയുമാണ് ഇനി പിടികൂടാനുള്ളത്. അറസ്റ്റിലായ പ്രതികളെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം ഹോസ്ദുർഗ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. പെൺകുട്ടിയുടെ വീട്ടിൽ കോഴി എത്തിച്ചു കൊടുക്കുന്ന നൌഷാദ് പെൺകുട്ടിയെ പീഡിപ്പിക്കുന്നത് കണ്ടതോടെയാണ് പീഡന വിവരം പുറത്തറിഞ്ഞത്. സംഭവത്തെ തുടർന്ന് ചൈൽഡ് ലൈൻ അധികൃതർ എത്തി പെൺകുട്ടിയെ കൗൺസലിംഗിന് വിധേയമാക്കിയതോടെയാണ് കൂട്ടബലാത്സംഗത്തിന്റെ കാര്യം പുറത്തറിയുന്നത്. 1 വർഷത്തോളമായി പെൺകുട്ടി കടുത്ത ലൈംഗിക ചൂഷണത്തിനിരയായതായാണ് വ്യക്തമാകുന്നത്. സംഭവത്തിൽ ചന്ദേര പോലീസ് വിശദമായി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പെൺകുട്ടിയുടെ മാതാവ് മാനസിക വെല്ലുവിളി നേരിടുന്ന സ്ത്രീയാണ്. അതുകൊണ്ടുതന്നെയാണ് പീഡന വിവരം അറിയാൻ വൈകിയതും. ന്യൂസ് ബ്യൂറോ, ചന്ദേര. കാസർഗോഡ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ വിദ്യാർത്ഥികളുടെ പഠനം പ്രതിസന്ധിയിൽ. പഠനം ആരംഭിച്ച് 4 മാസം കഴിഞ്ഞിട്ടും അനാട്ടമി ലാബ് പോലും ഒരുക്കിയിട്ടില്ല. ഉക്കിനെടുക്ക മെഡിക്കൽ കോളേജിനായി തറക്കല്ലിട്ടിട്ട് വർഷങ്ങൾ കഴിഞ്ഞാണ് ഉദ്ഘാടനം നടന്നത്. എന്നാൽ നാളിതുവരെയായി അടിസ്ഥാന സൗകര്യങ്ങളൊന്നും ഒരുക്കിയിട്ടില്ല. ഇതിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നതിനിടെ MBBS ക്ലാസും ആരംഭിച്ചു. എന്നാൽ വിദ്യാർത്ഥികൾക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാത്തത് പഠനം പ്രതിസന്ധിയിലാക്കുന്നു. പ്രവേശന പരീക്ഷയിൽ ഉയർന്ന റാങ്ക് വാങ്ങി സർക്കാർ മെഡിക്കൽ കോളേജിൽ പ്രവേശനം ലഭിച്ച കുട്ടികളുടെ ഭാവി ഇതോടെ ആശങ്കയിലായിരിക്കുന്നു. മെഡിക്കൽ പഠനം ആരംഭിക്കുന്ന ആദ്യ ആഴ്ചയിൽ തന്നെ അനാട്ടമി പഠനം ആരംഭിക്കും. മനുഷ്യ ശരീരത്തെ പരിചയപ്പെടുത്തുന്നതിനായി പഠനാവശ്യത്തിന് ഉപയോഗിക്കുന്ന മൃതദേഹം കീറിമുറിച്ച് പഠിച്ചുകൊണ്ടാണ് കുട്ടികൾ മെഡിക്കൽ പഠനത്തിന്റെ ബാലപാഠം കുറിക്കുന്നത്. എന്നാൽ ഇവിടെ ക്ലാസുകൾ ആരംഭിച്ച 4 മാസം കഴിഞ്ഞിട്ടും കടാവർ പഠനം പൂർണ്ണമായ രീതിയിൽ ആരംഭിക്കാൻ കഴിഞ്ഞിട്ടില്ല. കടാവർ സൂക്ഷിക്കാനുള്ള 3 ടാങ്കുകൾ 1.5 മാസം മുൻപാണ് എത്തിയത്. അനാട്ടമി ലാബിലേക്ക് ടാങ്കുകൾ കയറ്റാൻ സൗകര്യപ്രദമായ വാതിലുകളില്ലാത്തതിനാൽ ഏറെ കഴിഞ്ഞാണ് അവ ലാബിലേക്ക് എത്തിച്ചത്. ടാങ്കിന് ചോർച്ച ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടതിനാൽ പൂർണ്ണതോതിൽ പ്രവർത്തനക്ഷമമായിട്ടില്ല. 18 കടാറുകൾ സൂക്ഷിക്കാൻ കഴിയുന്ന ഈ ടാങ്കുകളിൽ 1 മാത്രമാണ് ഇപ്പോൾ പ്രവർത്തനക്ഷമമായിട്ടുള്ളത്. ഓഗസ്റ്റിലാണ് സർവകലാശാല പരീക്ഷ ആരംഭിക്കുന്നത്. ജൂണിൽ മോഡൽ പരീക്ഷ നടക്കും. ജൂലൈയിൽ കുട്ടികൾക്ക് പഠനാവധിയായിരിക്കും. മേയിൽ തിയറി, പ്രാക്ടിക്കൽ ക്ലാസുകൾ പൂർത്തിയാക്കണമെന്നിരിക്കെ ഇനി ആകെയുള്ളത് മാർച്ച്, ഏപ്രിൽ 2 മാസം മാത്രമാണ്. കുറഞ്ഞ സമയം കൊണ്ട് മറ്റു കോളേജിലെ കുട്ടികൾക്ക് ഒപ്പമെത്താൻ ഇവർ ഏറെ പ്രയാസപ്പെടേണ്ടി വരും. നിയമസഭാ തെരഞ്ഞെടുപ്പിന് പെരുമാറ്റച്ചട്ടം നിലവിൽ വരുന്നതോടെ തുടർ പ്രവൃത്തികൾ അനിശ്ചിതാവസ്ഥയിലാകും.
വിഷയത്തിൽ സർക്കാർ അടിയന്തര ഇടപെടൽ നടത്തിയില്ലെങ്കിൽ കുട്ടികളുടെ ഭാവിയെയായിരിക്കും അത് ബാധിക്കുക. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് സേവനം ഇനി മംഗളൂരുവിലും. KCCL കൂഡ്ലയുടെ ഉദ്ഘാടനം ഫെബ്രുവരി 21 കർണാടക നിയമസഭാ സ്പീക്കർ UT ഖാദർ നിർവഹിക്കും. അതിവേഗം, സ്ഥിരത, വിശ്വാസ്യത, കുറഞ്ഞ നിരക്ക് എന്നിവ മുഖമുദ്രയാക്കിക്കൊണ്ട് മംഗളൂരുവിലെ ഉപഭോക്താക്കൾക്ക് മികച്ച ബ്രോഡ്ബാൻഡ് അനുഭവമാണ് കേരള വിഷൻ ഒരുക്കുന്നത്. ഇന്റർനെറ്റ് വിതരണ രംഗത്ത് രാജ്യത്തെ 6ാമത്തെ വലിയ സേവനദാതാക്കളിലൊന്നായ കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കർണാടകയിലെ പ്രധാന വാണിജ്യ വിദ്യാഭ്യാസ കേന്ദ്രമായ മംഗളൂരുവിൽ സേവനം ആരംഭിക്കുന്നു. KCCL കൂഡ്ല എന്ന പേരിൽ ഫെബ്രുവരി 21 മംഗളൂരുവിൽ കേരള വിഷൻ ബ്രോഡ്ബാൻഡ് സേവന രംഗത്തേക്ക് പ്രവേശിക്കുന്നതിന്റെ ഉദ്ഘാടനം കർണാടക നിയമസഭാ സ്പീക്കർ UT ഖാദർ നിർവഹിക്കും. KCCL കൂഡ്ലയുടെ ഡാറ്റാ സെന്റർ ഉദ്ഘാടനം കേരള വിഷൻ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ നിർവഹിക്കും. മംഗളൂരുവിനായുള്ള ബ്രോഡ്ബാൻഡ് താരിഫ് പ്ലാനുകളുടെ റിലീസ് KCCL ചെയർമാൻ K ഗോവിന്ദൻ നിർവഹിക്കും. കേരള വിഷൻ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി PB സുരേഷ്, ട്രഷറർ ബിനു ശിവദാസ്, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം K വിജയകൃഷ്ണൻ, KCCL മാനേജിംഗ് ഡയറക്ടർ സുരേഷ് കുമാർ PP എന്നിവർ ചടങ്ങിൽ മുഖ്യാതിഥികളായി പങ്കെടുക്കും. ഇന്റർനെറ്റ് സേവന രംഗത്ത് രാജ്യത്ത് 6ാം സ്ഥാനത്ത് പ്രവർത്തിക്കുന്ന കേരള വിഷൻ ബ്രോഡ്ബാൻഡ് ബിസിനസ് വൈവിധ്യവൽക്കരണത്തിൻ്റെ ഭാഗമായി മംഗലാപുരത്തേക്ക് കൂടി പ്രവേശിക്കുകയാണ്. നാളെ മംഗലാപുരം കങ്കനാടിയിൽ അതിൻ്റെ ഔദ്യോഗിക ഉദ്ഘാടനം കർണാടകയുടെ സ്പീക്കറായിട്ടുള്ള UT ഖാദർ MLA ഔദ്യോഗികമായി നിർവഹിക്കും. നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരള വിഷൻ ഇന്ന് രാജ്യത്ത് 30 ലക്ഷം കേബിൾ TVയും 16 ലക്ഷം ഇൻ്റർനെറ്റ് കണക്ടിവിറ്റിയും ഇതിനോടകം സ്വന്തമാക്കിയിട്ടുണ്ട്. കേരളത്തിന് പുറമെ അടുത്ത് ബംഗാളിലേക്ക് KCCL ബംഗ്ല എന്ന പേരിൽ ബംഗാളിലേക്ക് നമ്മുടെ സേവനം വ്യാപിപ്പിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ തമിഴ്നാട്ടിലേക്കും നമ്മുടെ കേരള വിഷൻ്റെ സേവനം വ്യാപിപ്പിച്ചിട്ടുണ്ട്. കേരളത്തിലെ 5500ഓളം വരുന്ന കേബിൾ TV ഓപ്പറേറ്റർമാർ പടുത്തുയർത്തിയ ഒരു ചെറുകിട സംരംഭമാണ് കേരള വിഷൻ എന്ന് പറയുന്നത്. ഇന്ന് കേരള വിഷൻ കേരളത്തിലെ ഒരു കോർപ്പറേറ്റീവ് മോഡലായി മാറാൻ കേരള വിഷൻ സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ തുടർച്ചയായി ഇവിടെ നാളെ തൊട്ട് മംഗലാപുരത്ത് കൂടി നമ്മുടെ സേവനം ലഭ്യമാക്കുന്നതോടുകൂടി വളരെ വലിയ പ്രതീക്ഷയാണ് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വെച്ചു പുലർത്തുന്നത്. അതിവേഗം, സ്ഥിരത, വിശ്വാസ്യത, കുറഞ്ഞ നിരക്ക് എന്നിവ മുഖമുദ്രയാക്കിക്കൊണ്ട് മംഗളൂരുവിലെ ഉപഭോക്താക്കൾക്ക് മികച്ച ബ്രോഡ്ബാൻഡ് അനുഭവമാണ് കേരള വിഷൻ ഒരുക്കുന്നത്. ഇനി കാത്തിരിപ്പില്ല, ബഫറിംഗ് ഇല്ല, മിന്നൽ വേഗത്തിൽ ഡൗൺലോഡ്, തടസ്സമില്ലാത്ത സ്ട്രീമിംഗ്, ആഴ്ചയിൽ 24 മണിക്കൂറും വിശ്വസനീയ കണക്ഷൻ, സിഗ്നൽ ഡ്രോപ്പുകളില്ലാതെ, ഇടവേളകളില്ലാതെ കാലാവസ്ഥയെ അതിജീവിക്കുന്ന സ്ഥിരതയോടെ സേവനം ഉറപ്പാക്കുന്നു. കൂടുതൽ സ്പീഡ് എന്നത് കൂടുതൽ ചെലവ് എന്നല്ല എന്ന ആശയം പ്രാവർത്തികമാക്കി ഉപഭോക്താക്കളുടെ പോക്കറ്റിന് അനുയോജ്യമായ ഏറ്റവും മികച്ച പാക്കേജുകളാണ് അവതരിപ്പിക്കുന്നത്. ഉയർന്ന വേഗത ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ലഭ്യമാക്കുക എന്നതാണ് ലക്ഷ്യം. സ്പീഡിൽ മുൻപന്തിയിൽ, ആകർഷകമായ നിരക്കുകളിൽ 1000 കോടിയുടെ വിറ്റുവരവുള്ള യൂണിക്കോൺ കമ്പനികളുടെ ലിസ്റ്റിൽ നിന്നുകൊണ്ട് വിശ്വാസ്യതയിൽ കഴിഞ്ഞ 30 വർഷത്തെ പ്രവർത്തന വൈദഗ്ധ്യം കൈവരിച്ച പാരമ്പര്യവുമായി മംഗളൂരുവിലെ IT, വിദ്യാഭ്യാസ, സ്റ്റാർട്ടപ്പ്, വ്യാപാര മേഖലകൾക്ക് ശക്തമായ ഡിജിറ്റൽ അടിസ്ഥാന സൗകര്യം നൽകുന്നതിലൂടെ നഗരത്തിന്റെ സമഗ്ര വികസനത്തിൽ പങ്കാളിയാകുകയാണ് KCCL കൂഡ്ലയുടെ ലക്ഷ്യം. മംഗളൂരുവിന്റെ ഡിജിറ്റൽ ഭാവിയിലേക്ക് ഒരു പുതിയ അധ്യായം തുറന്ന് കൂടുതൽ വേഗത്തിലും കൂടുതൽ വിശ്വാസ്യതയോടും കൂടുതൽ സാമ്പത്തിക ആനുകൂല്യങ്ങൾ നൽകി കേരള വിഷൻ മംഗളൂരു ജനതയുടെ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമാകും എന്ന കാര്യത്തിൽ സംശയമില്ല. കാസർഗോഡ് ജില്ലയിലെ കേരള വിഷൻ ബ്രോഡ്ബാൻഡ് ഔദ്യോഗിക വിതരണ കമ്പനിയായ കൊളിക്സ് കേബിൾ നെറ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് ഇപ്പോൾ മംഗളൂരുവിലും കേരള വിഷൻ ബ്രോഡ്ബാൻഡ് സേവനങ്ങൾ നേരിട്ട് വിതരണം ചെയ്യുന്നത്. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. CCL ചെയർമാൻ K പ്രദീപ് കുമാർ, മാനേജിംഗ് ഡയറക്ടർ TV മോഹനൻ, വൈസ് ചെയർമാൻ ഷുക്കൂർ കോളിക്കര, ഡയറക്ടർ ലോഹിതാക്ഷൻ M, കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് PV മനോജ്,
കേരള വിഷൻ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി ഹരീഷ് പി നായർ, CCL ടെക്നിക്കൽ അഡ്വൈസർ M. അബ്ദുള്ള കുഞ്ഞി, കേരള വിഷൻ ഓപ്പറേറ്റർ സുധീഷ് ഭണ്ഡാരി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, മംഗളൂരു. റമദാൻ തുടങ്ങിയതോടെ ഇസ്ലാമിക ചരിത്ര ശേഷിപ്പുകൾ നിറഞ്ഞ കാസർഗോഡ് പൈക്ക കുഞ്ഞിപ്പാറയിലെ ഹമീദിന്റെ മുറിയിലും അതിന്റെ വിശുദ്ധി നിറയുകയാണ്. വിവിധ കാലത്തുള്ളതും വിവിധ വലിപ്പത്തിലുള്ളതുമായ ഖുറാനുകൾ, തസ്ബീഹ് മാലകൾ, ബൈത്തുൽ മുഖദ്ദീസ്, ഉത്തര മലബാറിലെ മാപ്പിള ജീവിതത്തിന്റെ ചരിത്രമോർമ്മിക്കുന്ന വിവിധ വസ്തുക്കൾ തുടങ്ങി എത്ര കണ്ടാലും മതിവരാത്ത കാഴ്ചകളാണ് ഹമീദിന്റെ മുറിയിലുള്ളത്. വിസ്മയ കാഴ്ചയുടെ ഈ കൗതുകലോകം കാണാം. KCN സ്പെഷ്യൽ. കുഞ്ഞു വിരലോളം മാത്രം വലിപ്പമുള്ള ലോകത്തിലെ ഏറ്റവും ചെറിയ ഖുറാൻ, പല കാലഘട്ടങ്ങളിലായി പാരായണം ചെയ്തിരുന്ന വിവിധ ഖുറാനുകൾ, ഖുറാൻ പാരായണം റെക്കോർഡ് ചെയ്തിരിക്കുന്ന ഓഡിയോ കാസറ്റ് ആൽബം, വിവിധ ശൈലികളിലുള്ള ഖുറാൻ പാരായണം അടങ്ങുന്ന ഓഡിയോ CD-കൾ, മക്ക, മദീന തുടങ്ങി ഇസ്ലാമിക പുണ്യസ്ഥലങ്ങളുടെ വിവിധ കാലത്തെ ഫോട്ടോകൾ, കസവു നൂലിനാൽ കാലിഗ്രഫി തുന്നിയ മുസല്ലകൾ, പഴയ കാലത്തെ ഉസ്താദുമാരുടെ ആളുകളുടെ ഓഡിയോ CD കാസറ്റുകളും, ഉത്തര മലബാറിലെ മാപ്പിള ജീവിതത്തിന്റെ ചരിത്രമോർമ്മിപ്പിക്കുന്ന വസ്ത്രങ്ങൾ, വീട്ടുപകരണങ്ങൾ, ഇത്തരത്തിൽ വിസ്മയക്കാഴ്ചകൾ നിറഞ്ഞ കൗതുകലോകമാണ് ഈ മുറി. പള്ളി ദർസുകളിൽ ഉപയോഗിച്ചിരുന്ന ചോറ്റുപാത്രം, പഴയകാല ടോർച്ചുകൾ, ബെൽറ്റുകളും വെള്ളിമാലകളും ഉൾപ്പെടെയുള്ള ആഭരണങ്ങളുമെല്ലാം ഹമീദിന്റെ വീടിന്റെ 1-ാം നിലയിലുള്ള ഈ മുറി നിറയെയുണ്ട്. 10ാം ക്ലാസ്സിൽ സ്റ്റാമ്പ് ശേഖരിച്ച് തുടങ്ങിയ വിനോദമാണ് ഹമീദിനെ ഇന്ന് ഇസ്ലാമിക ചരിത്രശേഷിപ്പുകളുടെ കാവൽക്കാരനാക്കിയത്. 18 വർഷത്തോളം പ്രവാസിയായിരുന്നതിനാൽ അതുവഴി ലഭിച്ച ബന്ധങ്ങളും ഇതിന് സഹായകരമായി. ഇസ്ലാമിക് കളക്ഷൻ വെച്ചാൽ ലോകത്തിലെ ഏറ്റവും ചെറിയ ഖുർആന്, അതായത് 1.8 സെൻറ്റിമീറ്റർ പിന്നെ നീളവും പിന്നെ 1.5 സെൻറ്റിമീറ്റർ വീതിയുള്ള ഖുർആൻ തൊട്ട് അങ്ങനെ വലിപ്പം കൂടിയത്, പിന്നെ സ്റ്റാമ്പ്, പിന്നെ കറൻസി, കോയിൻസ്, അങ്ങനെ ഇസ്ലാമികപരമായി പിന്നെ കാബ, മക്ക, മദീന ബന്ധപ്പെടുന്ന അങ്ങനെ പോകുന്നു. പിന്നെ തസ്ബീഹ് മാല, വലുത്, ചെറുത്, വലിപ്പം കൂടിയതും പിന്നെ വിവിധ ഉണ്ടാക്കിയതും, കൊമ്പ് കൊണ്ടും മരം കൊണ്ടും പിന്നെ പ്ലാസ്റ്റിക് കൊണ്ടുണ്ടാക്കിയ തസ്ബീഹ് മാലകൾ, ചോറ്റുപാത്രങ്ങൾ, പിന്നെ പഴയ പിന്നെ ഖുർആനുമായി ബന്ധപ്പെട്ട ഓഡിയോ CD കാസറ്റുകൾ, അങ്ങനെ പഴയ ആഭരണങ്ങൾ, മുസ്ലിം സ്ത്രീകൾ ഉപയോഗിച്ചിരുന്ന ആഭരണങ്ങൾ, അങ്ങനെ ഇസ്ലാമികരമായിട്ടുള്ള ഒരു പിന്നെ ശേഖരണം അങ്ങനെ പോകുന്നു. പിന്നെ മറ്റു ജനറലായിട്ടുള്ള ശേഖരണം എന്ന് വെച്ചാൽ ലോകത്തിലെ ഏറ്റവും വലിയ കറൻസി, ചെറിയ കറൻസി, പിന്നെ ഏറ്റവും വലിയ സ്റ്റാമ്പ്, ചെറിയ സ്റ്റാമ്പ്, പിന്നെ വിവിധ രാജ്യങ്ങൾ, അതായത് ഒട്ടുമിക്ക രാജ്യങ്ങൾ ഇറക്കിയ കറൻസിയും പിന്നെ കോയിൻസും എൻ്റെ കയ്യിലുണ്ട്. പിന്നെ നാട്ടുരാജാക്കന്മാർ, ഇന്ത്യയിലെ വിവിധ നാട്ടുരാജാക്കന്മാർ ഇറക്കിയ, അതായത് തിരുവിതാംകൂർ, പിന്നെ ഹൈദരാബാദ് ഇറക്കിയ പിന്നെ പഴയ നാണയങ്ങൾ, കല്ല് നാണയം കൊണ്ട് ഇപ്പോഴും ഇന്ത്യ ഗവൺമെൻറ് ഇറക്കിയ എല്ലാ പിന്നെ കോയിൻസും ഉണ്ട്, കറൻസിയും എൻ്റെ കൈവശമുണ്ട്. കേരള പ്രവാസി ഫിലാറ്റലിക് ആൻഡ് ന്യൂമിസ്റ്റാറ്റിക് അസോസിയേഷന്റെയും കാനന്നൂർ ഫിലാറ്റലിക് ക്ലബിന്റെ ആജീവനാന്ത അംഗമായ ഹമീദിന്റെ പുരാവസ്തു ശേഖരം ഇസ്ലാമികത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല. ഹൈദരാബാദ് രാജാക്കന്മാർ 12-ാം നൂറ്റാണ്ടിൽ ഇറക്കിയ കല്ലുനാണയം മുതൽ കേന്ദ്ര സർക്കാർ ഏറ്റവും അവസാനം പിൻവലിച്ച നാണയം വരെ ശേഖരത്തിലുണ്ട്. ആദ്യ റിസർവ് ബാങ്ക് ഗവർണർമാർ ഒപ്പിട്ട നോട്ടുകൾ, ടിപ്പുവിന്റെ കാലത്തെ നാണയങ്ങൾ, ടിപ്പുവിന്റെ മുദ്ര പതിച്ച കോപ്പർ ടോക്കണുകൾ ഉൾപ്പെടെ വിവിധ രാജഭരണകാലത്തെ വെള്ളി നാണയങ്ങളടക്കമുള്ള അമൂല്യ വസ്തുക്കളും ഇവിടെയുണ്ട്. ഈ ഒരു അപൂർവ ശേഖരമറിഞ്ഞ് മുൻ രാഷ്ട്രപതി KR നാരായണൻ അയച്ച കത്തും ഇദ്ദേഹം നിധി പോലെ സൂക്ഷിക്കുന്നുണ്ട്. നല്ലൊരു സ്പോൺസറെ ലഭിക്കുകയാണെങ്കിൽ ഒരു എക്സിബിഷൻ സംഘടിപ്പിക്കുവാനും ഹമീദിന് ആഗ്രഹമുണ്ട്. പരേതനായ ഹംസ ഹാജിയുടെയും ഖദീജയുടെയും മകനാണ്. ഫാത്തിമയാണ് ഭാര്യ. ഖദീജത്ത് ഹമീദ, മുഹമ്മദ് ഫൈസാൻ, ആദിൽ ഫഹീം, ആയിഷ ഫസറിൻ, ഫറ ഫാത്തിമ എന്നിവർ മക്കളാണ്. ന്യൂസ് ബ്യൂറോ, പൈക്ക. വന്ദേ മാതരം കോസ്റ്റൽ സൈക്ലോത്തോണിന് ജില്ലയിൽ ഉജ്ജ്വല സ്വീകരണം. NCC കാഡറ്റുകൾ തൃക്കണ്ണാട് മുതൽ ബേക്കൽ ബീച്ച് വരെയും ബീച്ചിൽ നിന്ന് ചാമുണ്ടിക്കുന്ന് വരെയും സൈക്കിൾ റാലിയെ അനുഗമിച്ചു. വന്ദേ മാതരത്തിന്റെ 150-ാം വാർഷികാചരണമനുബന്ധിച്ച് ആഭ്യന്തരകാര്യ മന്ത്രാലയത്തിന്റെ സംരംഭമായ വന്ദേ മാതരം കോസ്റ്റൽ സൈക്ലോത്തോണിന്റെ ഭാഗമായി CISF ഹെഡ്ക്വാർട്ടേഴ്സിന്റെ ആഭിമുഖ്യത്തിൽ ഗുജറാത്തിലെ ലാഗ്പത് കോട്ടയിൽ നിന്ന് ആരംഭിച്ച സൈക്കിൾ റാലിക്ക് ബേക്കൽ ബീച്ചിൽ CISF കണ്ണൂർ എയർപോർട്ട്, NCC 32 കേരള ബറ്റാലിയൻ എന്നിവയുടെ നേതൃത്വത്തിൽ ഉജ്ജ്വല സ്വീകരണം നൽകി. ദേശീയ പതാകകൾ വീശി പുഷ്പവൃഷ്ടി നടത്തി ഭാരത് മാതാ കി ജയ് വിളിച്ചാണ് സൈക്കിൾ റാലിയെ കാഡറ്റുകൾ സ്വീകരിച്ചത്. സുരക്ഷിതമായ തീരവും സമൃദ്ധമായ ഭാരതവും എന്ന സന്ദേശത്തോടെ നടത്തുന്ന റാലിയിൽ DC സന്ദീപ് ചക്രവർത്തി, അസിസ്റ്റന്റ് കമാൻഡന്റ് പ്രവീൺ കുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ 150 പേരാണുള്ളത്. CISF കണ്ണൂർ എയർപോർട്ട് കമാൻഡന്റ് നിതിൻ കുമാർ ത്യാഗി,
അസോസിയേറ്റ് NCC ഓഫീസർ ക്യാപ്റ്റൻ ഡോക്ടർ നന്ദകുമാർ കോറോത്ത്, സുബേദാർ രാമണ്ണ മലകർ എന്നിവരുടെ നേതൃത്വത്തിൽ NCC കാഡറ്റുകൾ, CSIF സേനാംഗങ്ങൾ എന്നിവർ സൈക്കിൾ റാലിയെ സ്വീകരിച്ചു. CISFന്റെ ഗുജറാത്ത് മുതൽ കൊച്ചി വരെയുള്ള വന്ദേമാതരം സൈക്ലോത്തോണിന്റെ ഭാഗമായിട്ട് ഇന്ന് 32K ബറ്റാലിയനിലെ NCC കാഡറ്റുകൾ സൈക്കിൾ റാലിയിൽ പങ്കെടുക്കുകയുണ്ടായി. ബേക്കൽ ബീച്ചിൽ നടന്ന പരിപാടിയുടെ ഭാഗമായിട്ട് പാലക്കുന്ന് മുതൽ ബേക്കൽ ബീച്ച് വരെയും ബേക്കൽ ബീച്ച് മുതൽ ചാമുണ്ടിക്കുന്ന് വരെയുമുള്ള 10 കിലോമീറ്റർ ദൂരമാണ് NCC കാഡറ്റുകൾ സൈക്കിൾ റാലി അനുഗമിച്ചത്. ദേശീയവർദ്ധനവും തീരദേശ സംരക്ഷണവും മുൻനിർത്തിയുള്ള പരിപാടിയുടെ ഭാഗമാവാൻ കഴിഞ്ഞത് വലിയൊരു ഭാഗ്യമായിട്ട് കരുതുന്നു. NCC കാഡറ്റുകൾ തൃക്കണ്ണാട് മുതൽ ബേക്കൽ ബീച്ച് വരെയും ബീച്ചിൽ നിന്ന് ചാമുണ്ടിക്കുന്ന് വരെയും സൈക്കിൾ റാലിയെ അനുഗമിച്ചു. സൈക്ലത്തോൺ ഫെബ്രുവരി 23-ന് കൊച്ചിയിൽ സമാപിക്കും. സൈക്കിൾ റാലി കേരളത്തിലെ 7 ജില്ലകളിലൂടെ കടന്നുപോകും. CISF കണ്ണൂർ യൂണിറ്റ് ബേക്കൽ മുതൽ മുഴപ്പിലങ്ങാട് കടൽ തീരം വരെ സൈക്ലോത്തോൺ സംഘത്തെ അനുഗമിക്കും. ഇന്ത്യയിലെ 52 തീരഗ്രാമങ്ങളെ ഉൾപ്പെടുത്തിയാണ് സൈക്ലത്തോൺ യാത്ര നടത്തുന്നത്. ജനങ്ങളെ ബോധവാന്മാരാക്കുക എന്നതാണ് വന്ദേമാതരം കോസ്റ്റൽ സൈക്ലത്തോൺ ലക്ഷ്യമിടുന്നത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. തെരുവത്ത് ചിരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ ബ്രഹ്മകലശോത്സവവും നടാവലി ഉത്സവവും 23-ന് തുടങ്ങും. മാർച്ച് 1 വരെ നീളുന്ന ഉത്സവ ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി കാവുമഠം ബ്രഹ്മശ്രീ വിഷ്ണുപ്രകാശ തന്ത്രി കാർമ്മികത്വം വഹിക്കും. 23-ന് വൈകിട്ട് 5-ന് കാസർഗോഡ് മല്ലികാർജുന ക്ഷേത്രത്തിൽ നിന്നും കലവറ നിറയ്ക്കൽ ഘോഷയാത്ര പുറപ്പെടും. 24-ന് ഉച്ചയ്ക്ക് 12:30-ന് നടക്കുന്ന ധാർമ്മിക സഭയിൽ ഉത്സവ സമിതി ചെയർമാൻ K. നാരായണ അധ്യക്ഷത വഹിക്കും. 25-ന് രാത്രി 8:30-ന് അരൈ ചിലമ്പൊലി നാടൻ കലാ നാട്ടറിവ് പഠന കേന്ദ്രം അവതരിപ്പിക്കുന്ന നാടൻ കലാമേള. 27-ന് ബ്രഹ്മകലശോത്സവവും നടാവലി ഉത്സവവും നടക്കും. കാസർഗോഡ് നഗരപരിധിയിലെ തളങ്കര ഗ്രാമത്തിലാണ് ശ്രീ ചിരുമ്പ ഭഗവതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പുരാതനമായ ക്ഷേത്രമാണ്. ഈ ക്ഷേത്രത്തിലെ പുനർനിർമ്മാണവും പുനർപ്രതിഷ്ഠയും 2012-ലാണ് കഴിഞ്ഞത്. അതിനുശേഷം ഈ 14 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ ബ്രഹ്മകലശോത്സവം ഫെബ്രുവരി 27 മുതൽ നടക്കുകയാണ്. ഫെബ്രുവരി 20-നാണ് കുലപത്ര ചടങ്ങ്. 23-ാം തീയതി നമ്മുടെ ഉത്സവം തുടങ്ങുകയാണ്. ഇന്ന് കലവറ ഘോഷയാത്രയാണ്. കാസർഗോഡ് ടൗണിലെ മല്ലികാർജുന ക്ഷേത്രത്തിൽ നിന്ന് കലവറ ഘോഷയാത്ര ക്ഷേത്രത്തിലേക്ക് വൈകുന്നേരം 5 മണിക്ക് പുറപ്പെടും. അവിടെ 7 മണിക്ക് കലവറ അവിടെ സമർപ്പണമാണ്. കലവറ നിറയ്ക്കൽ 7 മണിക്ക് നടക്കും. അതിനുശേഷം പൂജ, അന്നദാനം നടക്കുന്നതായിരിക്കും. പിന്നെ 24-ാം തീയതിയാണ് ചണ്ഡികാ ഹോമം. രാവിലെ 8 മണിക്ക് ചണ്ഡികാ ഹോമം. പിന്നെ അന്ന് ഉച്ചയ്ക്ക് 12:30-ക്ക് ധാർമ്മിക സഭ നടക്കും. നമ്മുടെ ക്ഷേത്ര തന്ത്രിവര്യരായ ബ്രഹ്മശ്രീ വിഷ്ണു പ്രകാശ് തന്ത്രി കാവുമഠം ഇവരെ സാന്നിധ്യത്തിൽ ശ്രീ യോഗാനന്ദ സരസ്വതി സ്വാമിജി കൊണ്ടേവൂർ അവർ ആശീർവചനം നടത്തും. പിന്നീട് 25-ാം തീയതിയാണ് ഉദയാസ്തമന ഭജനാർച്ചന ആരംഭം. രാവിലെ 8 മണി മുതൽ രാത്രി 8 മണി വരെ വിവിധ ഭജനാ സംഘങ്ങളുടെ ഭജന ഉണ്ടായിരിക്കും. അന്ന് വൈകുന്നേരം 6 മണിക്ക് തിരുമുൽ കാഴ്ച സമർപ്പണമാണ്. അത് തെരുവത്തെ ഓം ശക്തി എന്ന കലാകായിക ക്ലബിന് വകയാണ്. തുടർന്ന് 26-ാം തീയതി സർവൈശ്വര്യ വിളക്ക് പൂജയാണ്. രാവിലെ 10:30-ക്ക് ആരംഭിക്കും. പിന്നീട് വൈകുന്നേരം കലാപരിപാടി ഉണ്ടായിരിക്കുന്നതായിരിക്കും. ബ്രഹ്മകലശോത്സവം ആരംഭിക്കുന്നത് 27-ാം തീയതി രാവിലെ 6 മണിക്കാണ്. മഹാഗണപതി ഹോമത്തോടുകൂടി പൂജ ആരംഭിക്കും. പിന്നീട് തിടമ്പെഴുന്നേൽക്കും, നൃത്യോത്സവവും. തച്ചങ്കാട് ശ്രീ ലക്ഷ്മികാന്ത അഗിത്തായരും ശിഷ്യന്മാരുമാണ് തിടമ്പ് എഴുന്നേൽക്കും നൃത്യോത്സവം നടത്തുന്നത്. ഉത്സവ സമിതി ചെയർമാൻ K. നാരായണ, ജനറൽ കൺവീനർ KN കമലാക്ഷൻ, ക്ഷേത്രം പ്രസിഡന്റ് KM ഹരീഷ് കുമാർ, ജനറൽ സെക്രട്ടറി TV വിജയൻ, TK ഉല്ലാസ് കുമാർ, KR ബ്രിജേഷ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മഞ്ചേശ്വരം താലൂക്ക് ലൈബ്രറി കൗൺസിലിന്റെ പരിധിയിലുള്ള വിവിധ ഗ്രന്ഥാലയങ്ങളെയും സ്കൂളുകളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് താലൂക്ക് തല സെമിനാർ സംഘടിപ്പിച്ചു. സുഭാഷ് നഗർ ബേക്കറിലെ യുവശക്തി ഫ്രണ്ട്സ് സർക്കിൾ ലൈബ്രറിയിൽ വെച്ചാണ് പരിപാടി നടന്നത്. ഇന്ത്യൻ റിപ്പബ്ലിക്കിന് ഇന്ത്യയോട് പറയാനുള്ളത് എന്ന വിഷയത്തിലായിരുന്നു സെമിനാർ സംഘടിപ്പിച്ചത്. കാസർഗോഡ് ജില്ലാ ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് KV ദിലീപ് കുമാർ സെമിനാർ ഉദ്ഘാടനം ചെയ്തു. ഒരു വിഷയം അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എല്ലാ വിഷയങ്ങളും വരും. ഇന്ത്യയെക്കുറിച്ച്, ഇന്ത്യയിലെ കാര്യങ്ങളെക്കുറിച്ച്, പ്രസന്റ് ഇന്ത്യ നേരിടുന്ന പ്രശ്നങ്ങളെ കുറിച്ചൊക്കെ
ആ വിഷയത്തിന്റെ ഭാഗമായി വരും. മറ്റൊന്ന് യുദ്ധവുമായി ബന്ധപ്പെട്ട ഏറ്റവും വലിയ മനുഷ്യത്വരഹിതമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് യുദ്ധം എന്ന് പറയുന്നത്. എല്ലാ മനുഷ്യരുടെയും ജീവിക്കാനുള്ള അവകാശങ്ങളെ, ആത്മാഭിമാനത്തെ ഇല്ലായ്മ ചെയ്യുന്ന ഒന്നാണ് യുദ്ധം എന്ന് പറയുന്നത്. യുദ്ധത്തിൽ കൊല്ലപ്പെടുന്ന കുഞ്ഞുങ്ങൾ, സ്ത്രീകൾ, ജീവിതം നഷ്ടപ്പെടുന്നവർ, ജീവിതകാലം മുഴുവൻ നേടിയിട്ടുള്ള സമ്പത്ത് നഷ്ടപ്പെടുന്നവർ, അങ്ങനെ വലിയ തോതിൽ അന്യവൽക്കരിക്കപ്പെടുന്ന മനുഷ്യരാണ് യുദ്ധത്തിനിരകളാവുന്നത്. മൂന്നാമത്തെ വിഷയമാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. ഇന്ത്യൻ റിപ്പബ്ലിക്കിന് ഇന്ത്യയോട് പറയാനുള്ളത് എന്നുള്ളതാണ് വിഷയം. ഏതാണ്ട് സമാന സ്വഭാവമുള്ള ഒരു വിഷയം കാണുമ്പോൾ റിപ്പബ്ലിക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണെങ്കിലും അതിന്റെ ഉള്ളിലേക്ക് ഡീപ്പായി നമ്മൾ കടന്നു ചെന്നാൽ അവിടെയും വർത്തമാനകാലത്ത് മനുഷ്യന്റെ ദൈന്യതയും ഒരു റിപ്പബ്ലിക് എങ്ങനെ റിപ്പബ്ലിക് അല്ലാതെ ആവുന്നു എന്നുള്ളതിന്റെ കാഴ്ചകളുമാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഇത് മൂന്നും മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട, ജീവിതവുമായി ഏറ്റവും ബന്ധപ്പെട്ട, അനുഭവവുമായി ഏറ്റവും ബന്ധപ്പെട്ട വിഷയങ്ങളാണെന്നുള്ളതാണ്. ഇന്ത്യൻ റിപ്പബ്ലിക്കിനെ സംബന്ധിച്ചിടത്തോളം അത് ഒരു വലിയ വെല്ലുവിളി നേരിടുന്ന കാലഘട്ടമാണ്. കുമാരി ടീച്ചർ അധ്യക്ഷത വഹിച്ചു. രാജശ്രീ റൈ വിഷയം അവതരിപ്പിച്ചു. ദാനപ്പ ഷെട്ടി മാസ്റ്റർ, ബഷീർ, മനോജ് കുമാർ, അഹമ്മദ് ഹുസൈൻ തുടങ്ങിയ പ്രമുഖർ ചടങ്ങിൽ മുഖ്യാതിഥികളായി പങ്കെടുത്തു. താലൂക്കിലെ വിവിധ മേഖലകളിൽ നിന്നുള്ള സാംസ്കാരിക പ്രവർത്തകരും വിദ്യാർത്ഥികളും സെമിനാറിൽ സജീവമായി പങ്കെടുത്തു. അബ്ദുൾ റഹ്മാൻ ഉദ്യാവ്, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയാണ് പഞ്ചായത്തി രാജ് നഗരപാലിക ബിൽ അവതരിപ്പിക്കാൻ വഴി തുറന്നതെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ MP. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് വികസന സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. 14-ാം പഞ്ചവത്സര പദ്ധതിയിൽ തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തിന്റെ 2026-27 വാർഷിക പദ്ധതിയുടെ ഭാഗമായി നടത്തിയ വികസന സെമിനാർ CH ടൗൺ ഹാളിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം ചെയ്തു. മതാത്മകമായൊരു സമൂഹമാണ് ഇന്ത്യ. ആ മതാത്മകമായ സമൂഹത്തിൽ നിന്ന് ഈ രാജ്യം ഒരു മതേതര രാഷ്ട്രമായി മാറിയിരിക്കുക. നമ്മുടെ രാജ്യത്തിൻ്റെ സൗന്ദര്യം എന്ന് പറയുന്നത് ബഹുസ്വരതയാണ്. യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി, നാനാത്വത്തിൽ ഏകത്വമാണ്. ഈ രാജ്യം മതേതരത്വത്തിൻ്റെ പാതയിലൂടെയാണ് മുന്നോട്ട് നീങ്ങുന്നത്. മാത്രമല്ല നമ്മുടെ രാജ്യത്തിനൊരു ഭരണഘടനയുണ്ട്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പഞ്ചായത്ത് ഭരണസമിതിയുടെ ഏറ്റവും പരമപ്രധാനമായ കർത്തവ്യം ആ ഭരണഘടന ജനങ്ങൾക്ക് നൽകുന്ന മൗലികമായ അവകാശങ്ങൾ, ആ അവകാശങ്ങൾ സംരക്ഷിക്കുക എന്നുള്ളത് ഒരു പഞ്ചായത്തിൻ്റെ ഉത്തമമായ കടമയാണ്, കർത്തവ്യമാണ്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാജിദ സഫറുള്ള സെമിനാറിൽ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് കരട് പദ്ധതി രേഖ മുൻ പ്രസിഡന്റ് സത്താർ വടക്കുംപാടിന് രാജ്മോഹൻ ഉണ്ണിത്താൻ MP കൈമാറി. ഗ്രാമപഞ്ചായത്ത് വികസന സ്ഥിരം സമിതി അധ്യക്ഷ ഫാത്തിമത്ത് ആഷ്രിഫ പദ്ധതി വിശദീകരണം നടത്തി. വൈസ് പ്രസിഡന്റ് M രജീഷ് ബാബു, ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ M മനു, ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ TS നജീബ്, MK പ്രസന്ന, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ VP സുനീറ, P രവീന്ദ്രൻ, MTP ഷാഹിന, P സനൽ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഫായിസ് ബീരിച്ചേരി, M രാമചന്ദ്രൻ, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി പ്രമീള ബോബി, പ്ലാൻ കോർഡിനേറ്റർ K സുഭാഷ്, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ KV വിജയൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. തൃക്കരിപ്പൂർ കടപ്പുറം എന്ന കടലോര ഗ്രാമത്തിൽ വിജ്ഞാന കലാ കായിക രംഗങ്ങളിലെ ഉയർച്ചയിൽ നിർണായക പങ്ക് വഹിച്ചു വരുന്ന വേലുമരക്കാർ സ്മാരക ഗ്രന്ഥാലയം 38-ാം വാർഷികവും വേലുമരക്കാരുടെ 50-ാം ചരമവാർഷികവും ഫെബ്രുവരി 22-ന് നടക്കും. ഗ്രന്ഥശാല കുടുംബസംഗമവും സാംസ്കാരിക സായാഹ്നവും വിവിധ കലാപരിപാടികളും അരങ്ങേറും. സാമൂഹ്യ സാംസ്കാരിക മേഖലയിൽ നിറസാന്നിധ്യമായിരുന്ന വേലുമരക്കാരുടെ നാമധേയത്തിൽ വലിയ പറമ്പ് തൃക്കരിപ്പൂർ കടപ്പുറത്ത് സ്ഥാപിതമായ ഗ്രന്ഥാലയത്തിൽ വിവിധ ശാഖകളിൽപ്പെടുന്ന 6300-ൽ പരം പുസ്തകങ്ങളുണ്ട്. നാടിന്റെ വിജ്ഞാന കലാകായിക രംഗങ്ങളിലെ വളർച്ചയിൽ നിർണായക പങ്ക് വഹിച്ചു വരുന്നുണ്ട് വേലുമരക്കാർ സ്മാരക ഗ്രന്ഥാലയം. ഫെബ്രുവരി 22-ന് രാവിലെ 11 മണിക്ക് നടക്കുന്ന അനുസ്മരണ സമ്മേളനവും ഗ്രന്ഥശാല കുടുംബസംഗമവും ഗ്രന്ഥശാല സംഘം ഹോസ്ദുർഗ് താലൂക്ക് സെക്രട്ടറി P വേണുഗോപാലൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്യും. KP രാമകൃഷ്ണൻ വേലുമരക്കാർ അനുസ്മരണ പ്രഭാഷണം നടത്തും. ജനപ്രതിനിധികൾക്ക് സ്വീകരണവും നൽകും. ഗ്രന്ഥശാല പ്രസ്ഥാനത്തിനായി പതിറ്റാണ്ടുകൾ പ്രവർത്തിച്ച മുതിർന്ന അംഗങ്ങളെ PV ദാസൻ ആദരിക്കും.
ആദ്യകാല ഗ്രന്ഥാലയം പ്രസിഡന്റുമാരുടെയും വേലുമരക്കാറിന്റെയും ഫോട്ടോ അനാച്ഛാദനം തൃക്കരിപ്പൂർ ഫാർമേഴ്സ് ബാങ്ക് മുൻ പ്രസിഡന്റ് ടി വി ബാലകൃഷ്ണൻ നിർവഹിക്കും. വൈകുന്നേരം 6 മണിക്ക് നടക്കുന്ന സാംസ്കാരിക സായാഹ്നം ചലച്ചിത്ര നടൻ ഉണ്ണിരാജ് ചെറുവത്തൂർ ഉദ്ഘാടനം ചെയ്യും. സംഘാടക സമിതി ചെയർമാൻ ഡോക്ടർ ടി വിനയൻ അധ്യക്ഷത വഹിക്കും. ചലച്ചിത്ര നാടക സംവിധായകൻ MT അന്നൂർ മുഖ്യാതിഥിയാവും. രാത്രി 7 മണിക്ക് നൃത്തസന്ധ്യയും രാത്രി 9 മണിക്ക് കോഴിക്കോട് രംഗഭാഷയുടെ മിഠായി തെരുവ് നാടകവും അരങ്ങേറും. ഗ്രന്ഥാലയം വാർഷികാഘോഷങ്ങളുടെ മുന്നോടിയായി വിദ്യാർത്ഥികൾക്ക് കലാകായിക മത്സരങ്ങളും ക്യാഷ് അവാർഡിനായി പെനാൽറ്റി ഷൂട്ടൌട്ടും നടത്തി. ഈ പ്രദേശത്തെ സാമൂഹിക, സാംസ്കാരിക, കായിക രംഗങ്ങളിലും വിജ്ഞാന വികസനത്തിലും സമഗ്ര സംഭാവന നൽകി വരുന്ന ഗ്രന്ഥാലയം അതിൻ്റെ 38ാം വാർഷികവും വേലുമരക്കാരുടെ 50ാം ചരമവാർഷികവും 2026 ഫെബ്രുവരി 22-ാം തീയതി ഞായറാഴ്ച വിവിധ പരിപാടികളെ ആഘോഷിക്കുന്നു. രാവിലെ 10 മണിക്ക് പ്രാർത്ഥന, 11 മണിക്ക് അനുസ്മരണ സമ്മേളനം, ശ്രീ KP രാമകൃഷ്ണൻ അനുസ്മരണ പ്രഭാഷണം നടത്തും. തുടർന്ന് ഗ്രന്ഥശാല പ്രഭാഷണമോ ഹോസ്തൂർ താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി ശ്രീ P. വേണുഗോപാൽ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ ഡോക്ടർ ടി വിനയൻ, M. സുരേഷൻ, KV രാമചന്ദ്രൻ, PV സുന്ദരൻ, M. സുഗതൻ, P. ദാമു എന്നിവർ പരിപാടികൾ വിശദീകരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. തെങ്ങ് ഗവേഷണം മുഖ്യ ലക്ഷ്യമിട്ട് സ്ഥാപിതമായി 110 വർഷം പിന്നിട്ട പിലിക്കോട് ഉത്തരമേഖല കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ ഈ വർഷത്തെ ഫാം കാർണിവൽ വൈവിധ്യമാർന്ന പരിപാടികളോടെ ഫെബ്രുവരി 22 മുതൽ മാർച്ച് 8 വരെ നടക്കും. 17 ദിവസം നീളുന്ന കാർണിവൽ കൃഷിമന്ത്രി P. പ്രസാദ് ഉദ്ഘാടനം ചെയ്യും. ഗവേഷണ കേന്ദ്രത്തിൽ പുതുതായി സ്ഥാപിതമായ തിരുമുമ്പ് ഹെറിറ്റേജ് അഗ്രി ടൂറിസം സെന്ററിലാണ് ഫാം കാർണിവൽ നടക്കുന്നത്. ഭാവിയിൽ മലബാർ കിസാൻ മേളയായി പരിഗണിക്കണമെന്ന ലക്ഷ്യത്തോടെ പിലിക്കോട് കാർഷിക ഗവേഷണ കേന്ദ്രത്തിലെ തിരുമുമ്പ് കാർഷിക പഠന കേന്ദ്രത്തിൽ നടത്തുന്ന 4ാമത് ഫാം കാർണിവൽ ഇത്തവണ കൂടുതൽ പ്രകൃതി സൗഹൃദമായാണ് സംഘടിപ്പിക്കുന്നത്. തെങ്ങ്, നെല്ല്, കശുമാവ്, പച്ചക്കറി തുടങ്ങിയവയിലെ ഗവേഷണത്തിനു പുറമെ കാലാവസ്ഥ പ്രവചനവും സസ്യജന്തു, പക്ഷി, മത്സ്യ, തേനീച്ച സംയോജിത കൃഷിരീതികളും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ ഉൽപ്പാദനവും വിപണനവും കേന്ദ്രത്തിൽ നടന്നുവരുന്നുണ്ട്. ഉത്തര കേരളത്തിന്റെ ആദ്യത്തെ ട്രൈക്രോഗ്രമ മിത്ര കീട ഉൽപാദന യൂണിറ്റിന്റെ പ്രവർത്തനവും തീരദേശ നെൽകൃഷി ഭൂമിയായ കൈപ്പാടിന്റെ സമഗ്ര വികസന പ്രവർത്തനങ്ങളും കേന്ദ്രം നടത്തിവരുന്നുണ്ട്. കഴിഞ്ഞ 3 വർഷം കൊണ്ടാണ് ഹെറിറ്റേജ് അഗ്രി ടൂറിസം മേഖലയിലേക്കുള്ള കാൽവച്ചത്. ഫെബ്രുവരി 22 മുതൽ മാർച്ച് 8 വരെ നടക്കുന്ന ഫാം കാർണിവൽ ഫെബ്രുവരി 22 രാവിലെ 10 കൃഷിമന്ത്രി P. പ്രസാദ് ഉദ്ഘാടനം ചെയ്യുമെന്ന് കാർഷിക ഗവേഷണ കേന്ദ്രം അധികൃതർ അറിയിച്ചു. M. രാജഗോപാലൻ MLA അധ്യക്ഷത വഹിക്കും. കേരള കാർഷിക സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ B. അശോക് മുഖ്യപ്രഭാഷണം നടത്തും. പുതിയ ഇനം തെങ്ങിൻ തൈകളുടെ വിതരണവും കരിമീൻ കുഞ്ഞുങ്ങളുടെ വിൽപ്പനയും പൈതൃക വിത്തുത്സവത്തിന്റെയും ഉദ്ഘാടനവും ചടങ്ങിൽ നടക്കും. കർഷകരിലേക്കും വിദ്യാർത്ഥികളിലേക്കും പൊതുജനങ്ങളിലേക്കും ഈ കാർഷിക വിജ്ഞാന ഉൽപ്പന്ന നടീൽ വസ്തു വിപണനവും കൃഷിയുടെ പ്രദർശനവും ഫാം വാക്കിലൂടെയും സ്വായത്തമാക്കുന്നതിനുള്ള വേദിയൊരുക്കലാണ് ഫാം കാർണിവലിൽ വിഭാവന ചെയ്തിട്ടുള്ളത്. വിജ്ഞാനവും വിപണനവും വിനോദവും കോർത്തിണക്കി ശാസ്ത്ര സാങ്കേതിക വിദ്യകളും വ്യത്യസ്ത വിളകളുടെ ബയോപാർക്കും കൃഷിരീതികളും മറ്റു വ്യത്യസ്തമായ അനുഭവങ്ങളും ആസ്വദിച്ച് സന്ദർശകരെ ഫാമിലൂടെ നടക്കാൻ അനുവദിക്കുന്ന നേച്ചർ വാക്ക് വേറിട്ടതാക്കുന്നതാണ്. കൂടാതെ ഫ്രഷ് ഫ്രം ഫാം ഉൽപ്പന്നങ്ങൾ മറ്റു വിത്തുനടിൽ ഉൽപാദക ഉപാധികൾക്കൊപ്പം വാങ്ങിക്കുകയും ചെയ്യാം. ഫെബ്രുവരി 23 ഹോർട്ടിക്കൾച്ചറൽ തെറാപ്പി യൂണിറ്റ് ISAF മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ K. പോൾ തോമസ് ഉദ്ഘാടനം ചെയ്യും. 24 ബയോഡൈവേഴ്സിറ്റി കോൺക്ലേവ് ഡോക്ടർ V. ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. 27 7ാം ക്ലാസ്സിലെ രാമേട്ടൻ എന്ന പാഠം വിത്തെന്ന മഹാത്ഭുതം ചളിക്കളം പത്മശ്രീ ചെറുവയൽ രാമൻ ഉദ്ഘാടനം ചെയ്യും. പിലിക്കോട് GUP സ്കൂളുകളിലെ 7ാം ക്ലാസ്സിലെ കുട്ടികളുമായി അദ്ദേഹം സംവദിക്കും. 28 വിരമിച്ചവരുടെ സംഗമം, മാർച്ച് 2 കല, സംസ്കാരം, കൃഷി സമ്മേളനം കോഴിക്കോട് സർവകലാശാല മുൻ വൈസ് ചാൻസലർ ഡോക്ടർ KKN കുറുപ്പ് ഉദ്ഘാടനം ചെയ്യും. 3 കിസാൻ മേളയും മൃഗസംരക്ഷണ പരിശീലനങ്ങളും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സാബു അബ്രഹാം ഉദ്ഘാടനം ചെയ്യും. 7 ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് MVR ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയർമാൻ E. കുഞ്ഞിരാമൻ ഉദ്ഘാടനം ചെയ്യും. 8 ഗവേഷണ നേട്ടങ്ങൾ പ്രസിദ്ധീകരിക്കും. വനിതാ കമ്മീഷൻ അധ്യക്ഷ P. സതീദേവി പങ്കെടുക്കും. എല്ലാ ദിവസങ്ങളിലും കലാപരിപാടികളും നടക്കും. 11 കാർഷിക ഗ്രൂപ്പുകളുടെ സ്റ്റാളുകളും സർക്കാർ ഏജൻസികളുടെ 10 സ്റ്റാളുകളും 30 കമേഴ്ഷ്യൽ സ്റ്റാളുകളും കാർണിവലിൽ ഉണ്ടാകും.
ഭാവിയിലെ കിസാൻ മേളയായിട്ട് മാറുമ്പോഴും ഈ വരുന്ന 10 ഹെക്ടർ സ്ഥലം ആയിരിക്കും ഇതിൻ്റേതായിട്ടുള്ള കിസാൻ മേളയുടെ സ്ഥലമായിട്ട് മാറേണ്ടത്. അതാണൊരു വിശാലമായ ലക്ഷ്യം. ഇതിലൊരുക്കിയിരിക്കുന്ന സംഗതികൾ, അതായത് വേറൊരു ലക്ഷ്യം എന്ന് പറയുന്നത് നിങ്ങൾക്കെല്ലാം അറിയുന്ന പോലെ തന്നെ, അല്ലെങ്കിൽ നമ്മൾ കഴിഞ്ഞ കൊല്ലങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തന്നെയാണ്, പുതുതലമുറ കൃഷിയിലേക്ക് വരുന്നതിന് വേണ്ടി. അത് നമുക്കറിയാം, പഴയ അതേ മോഡൽ നമുക്ക് പണ്ടത്തെ കർഷക ആൾക്കാർക്കൊക്കെ ഉള്ള അതേ വേഷവിധാനങ്ങളോ അല്ലെങ്കിൽ അതേ രീതിയിലുള്ള ആയിട്ടുള്ള ഇനി വേണ്ടവർ കർമ്മവും വിനോദവും ഒന്നിച്ച് ചേർന്നുണ്ട്. പണ്ടത്തെ ആൾക്കാർ കർമ്മവും വിനോദവും ചിലപ്പോൾ ജോലി ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ നാട്ടിപ്പാട്ടൊക്കെ പാടിക്കൊണ്ടൊക്കെ ആയിരിക്കാം. പക്ഷെ ഇപ്പോഴത്തെ വിനോദങ്ങൾ വേറെ ടൈപ്പിൽ വേണം. കാലം മാറുമ്പം അതിനനുസരിച്ച് നമ്മൾ മാറേണ്ടതുകൊണ്ട് ഈ വിജ്ഞാനത്തോടൊപ്പം തന്നെ വിനോദവും മിക്സ് ചെയ്തുകൊണ്ട്, അതേസമയം വിപണനവും, വിജ്ഞാനത്തിൻ്റെയും വിനോദത്തിൻ്റെയും വിപണനത്തിൻ്റെയും ഒരു മേളയായിട്ട്. അതിൻ്റെ വേറൊരു പ്രത്യേകത നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ശ്രദ്ധിച്ച പോലെ തന്നെയായിരിക്കാം, ഒരു എക്സിബിഷൻ ഹാളുകൾ കേന്ദ്രീകരിച്ചിട്ടല്ല മേള, പല പല സ്റ്റാളുകൾ മാത്രം കേന്ദ്രീകരിച്ച് ഇറങ്ങി പോകുന്ന പോലത്തെ മേളയല്ല. ഒരു ഫാം വാക്ക്, അതായത് ഫാമിലൂടെ നടന്നുകൊണ്ട് അതിൻ്റേതായ ആ നേച്ചർ വാക്ക് അല്ലെങ്കിൽ ഫാം വാക്ക് അത് അനുഭവിച്ചുകൊണ്ട് ലൈവായിട്ടുള്ള ടെക്നോളജികൾ കണ്ടുകൊണ്ട് ഒരു കർഷകനാണെങ്കിൽ കർഷകൻ്റെ വ്യൂ പോയിന്റിൽ. വാർത്താ സമ്മേളനത്തിൽ ഉത്തരമേഖലാ കാർഷിക ഗവേഷണ കേന്ദ്രം മേധാവി ഡോക്ടർ ടി വനജ, അസോസിയേറ്റ് പ്രൊഫസർ പി.കെ. രതീഷ്, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ സാബു ജോസഫ്, ഫാം സൂപ്രണ്ട് എം. ഗീത, ഡോക്ടർ കെ.വി. സുമേഷ്, ഡോക്ടർ വി. നിശാലക്ഷ്മി എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. മഞ്ചേശ്വരം സുറുമത്തോട് കനാലിലെ മണ്ണ് നീക്കം ചെയ്യുന്നതിനും ശുചീകരണ പ്രവർത്തനങ്ങൾക്കും തുടക്കമായി. കനാലിൽ ചെളിയും മണ്ണും അടിഞ്ഞുകൂടിയതിനെ തുടർന്ന് മഴക്കാലത്ത് പ്രദേശത്ത് വെള്ളപ്പൊക്കമുണ്ടാകുന്നത് ജനങ്ങൾക്ക് ദുരിതമായിരുന്നു. പുതുതായി ചുമതലയേറ്റ മഞ്ചേശ്വരം പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥലം നേരിട്ട് സന്ദർശിക്കുകയും നടപടികൾ കൈക്കൊള്ളുകയുമായിരുന്നു. മഞ്ചേശ്വരം റെയിൽവേ സ്റ്റേഷനിലെ ചക്രതീർത്ഥയിൽ നിന്ന് ആരംഭിച്ച് ബംഗ്ര മഞ്ചേശ്വരം നദിയിൽ ചേരുന്ന ഏകദേശം 7 കിലോമീറ്റർ നീളമുള്ള സുരമത്തോട് കനാൽ മഞ്ചേശ്വരം പ്രദേശത്തുകൂടി ഒഴുകുന്നു. ഇതിൽ ഏകദേശം 1.5 കിലോമീറ്റർ ഭാഗം സൗത്തേൺ റെയിൽവേയുടെ കീഴിലുള്ള മഞ്ചേശ്വരം റെയിൽവേ സ്റ്റേഷന്റെ പിന്നാമ്പുറത്തുള്ള റെയിൽവേ ഭൂമിയിലൂടെയാണ് കടന്നുപോകുന്നത്. കഴിഞ്ഞ 50 വർഷമായി കനാലിൽ ചെളിയും മണ്ണും അടിഞ്ഞുകൂടിയതിനെ തുടർന്ന് മഴക്കാലത്ത് പ്രദേശത്ത് വെള്ളപ്പൊക്കമുണ്ടാകുന്നത് ജനങ്ങൾക്ക് ദുരിതമായിരുന്നു. നാട്ടുകാർ ഏറെ നാളായി ഈ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം ആവശ്യപ്പെട്ടു വരികയായിരുന്നു. പ്രശ്നത്തിന്റെ ഗൗരവം മനസ്സിലാക്കി പുതുതായി ചുമതലയേറ്റ മഞ്ചേശ്വരം പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ നേരിൽ വിലയിരുത്തി. ഗ്രാമവാസികൾക്ക് സ്ഥിരപരിഹാരം ഉറപ്പു നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ കനാലിലെ മണ്ണ് നീക്കം ചെയ്യുന്നതിനും ശുചീകരണ പ്രവർത്തനങ്ങൾക്കും തുടക്കമിട്ടു. പ്രവർത്തനം സമയബന്ധിതമായി പൂർത്തിയാക്കാൻ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും അടുത്ത മഴക്കാലത്തോടെ കൃത്രിമ വെള്ളപ്പൊക്ക പ്രശ്നത്തിന് കാര്യമായ ശമനം ഉണ്ടാകുമെന്ന ആത്മവിശ്വാസത്തിലാണ് നാട്ടുകാർ. മഞ്ചേശ്വരം പഞ്ചായത്തിൽ 4-5 കൊല്ലമായി ജനങ്ങൾ വളരെയേറെ മഞ്ചേശ്വരത്ത് ടൗണിലുള്ള വ്യാപാരികളും സ്കൂളുകൾക്ക് പോകുന്ന കുട്ടികളും വളരെ കഷ്ടപ്പെടുന്ന ഒരു രീതിയാണ്. പഞ്ചായത്ത് ഭരണസമിതി അധികാരത്തിൽ വന്നപ്പോൾ തന്നെ നിബന്ധനമായിട്ട് ഡെയിലി പഞ്ചായത്ത് ചാമ്പറിലേക്ക് വരികയും വാർഡ് മെമ്പറിനെ നിബന്ധിക്കുകയും അതുപോലെ വൈസ് പ്രസിഡന്റിനെയും ഇതെങ്ങനെയെങ്കിലും ഞങ്ങൾക്ക് ഈ പ്രശ്നം പരിഹരിച്ച് തരണമെന്ന് ആവശ്യപ്പെടുകയും ജനങ്ങൾ കൂട്ടത്തോടെ എല്ലാവരും വ്യാപാരികൾ ഒന്നിച്ച് വന്ന്, അപ്പോൾ ഞാൻ പറഞ്ഞു 1-2 മാസത്തിനുള്ളിൽ അധികാരത്തിൽ വന്നത് മാത്രമാണ്. 1-2 പ്രശ്നങ്ങൾ പഠിച്ച് വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ ബന്ധപ്പെട്ടുകൊണ്ടും റെയിൽവേ ആയാൽ റെയിൽവേ ബന്ധപ്പെടും, ബാക്കി പഞ്ചായത്ത് ലെവലിൽ വരുന്നത് പഞ്ചായത്ത് ലെവലിൽ ബന്ധപ്പെട്ട് നിങ്ങളുടെ പ്രശ്നം എത്രയും പെട്ടെന്ന് പൂർത്തീകരിച്ച് തരുമെന്ന് ജനങ്ങൾക്ക് ഉറപ്പ് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായാണ് ഇവിടെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വൈസ് പ്രസിഡന്റും ഉണ്ട്, വാർഡ് മെമ്പറിൻ്റെ ഹസ്ബൻഡും ഉണ്ട്. ഏതായാലും നല്ല രീതിക്ക് ഈ ഒരു മഴക്കാലത്ത് മഞ്ചേശ്വരത്ത് വരുന്ന വ്യാപാരികൾക്കും ഏതൊരു ബുദ്ധിമുട്ടില്ലാതെ സ്കൂൾക്ക് വന്ന കുട്ടികൾക്കും അതുപോലെ തന്നെ തൊട്ടടുത്ത സ്കൂളുണ്ട്, അമ്പലമുണ്ട്, അപ്പുറത്ത് പള്ളിയുണ്ട്, ഇതെല്ലാം ഒന്നിച്ചിട്ട് കൈയോർത്തിട്ട് കൊണ്ട് നല്ല രീതിയിലുള്ള വികസനം ഈ മഞ്ചേശ്വരത്തെ ടൗണിലേക്ക് ഉണ്ടാവുമെന്ന് ഉറപ്പ് പറയാൻ ഞാൻ ആഗ്രഹിക്കാം. അബ്ദുൾ റഹ്മാൻ ഉദ്യാവ്, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. കർമ്മപഥത്തിൽ അരനൂറ്റാണ്ട് പൂർത്തിയാക്കിയ സുന്നി യുവജന സംഘം ഉദിനൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ റംളാൻ റിലീഫ് പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ടു. 60 കുടുംബങ്ങൾക്ക് ഭക്ഷ്യവിഭവ കിറ്റുകളും ഉദിനൂർ മഹല്ല് പരിധിയിലെ മുഴുവൻ വീടുകളിലേക്കും നോമ്പ് മുറിക്കാനുള്ള ഈത്തപ്പഴ പാക്കറ്റ് വിതരണവും നടന്നു. ഈത്തപ്പഴ
പതിറ്റാണ്ടുകളായി ജീവകാരുണ്യ സേവന പ്രവർത്തനങ്ങളിൽ മുന്നിൽ നിൽക്കുന്ന SYS ഉദിനൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പരിശുദ്ധ റംളാനിലെ റിലീഫ് പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് 60 കുടുംബങ്ങൾക്ക് റംളാൻ മാസം ഉപയോഗിക്കാനുള്ള ഭക്ഷ്യവിഭവങ്ങളടങ്ങിയ കിറ്റുകൾ തയ്യാറാക്കി നൽകിയത്. ഉദിനൂർ മഹല്ല് പരിധിയിലെ മുഴുവൻ വീടുകളിലേക്കും നോമ്പ് മുറിക്കാനുള്ള ഈത്തപ്പഴ പാക്കറ്റുകളുടെ വിതരണവും തെരഞ്ഞെടുത്ത വനിതകൾക്ക് നിസ്കാര കുപ്പായങ്ങളുടെ വിതരണവും നടന്നു. ഉദിനൂർ സുന്നി സെന്ററിൽ നടന്ന ചടങ്ങിൽ ഭക്ഷ്യക്കിറ്റ് വിതരണോദ്ഘാടനം പ്രൊഫസർ മുഹമ്മദ് സാലി സാദി നിർവഹിച്ചു. ഈത്തപ്പഴ വിതരണോദ്ഘാടനം AB അബ്ദുള്ള മാസ്റ്ററും നിസ്കാരക്കുപ്പായ വിതരണം കേരള മുസ്ലിം ജമാഅത്ത് പ്രസിഡന്റ് TP അബ്ദുൽ സലാം ഹാജിയും നിർവഹിച്ചു. ജനറൽ സെക്രട്ടറി റസാഖ് പുഴക്കര, KC ഹുസൈൻ സഖാഫി, ഇബ്രാഹിം അമാനി, നൌഫൽ സാദി, MTP അബൂബക്കർ മൗലവി, N ഇബ്രാഹിംകുട്ടി എന്നിവർ സംസാരിച്ചു. മാർച്ച് 8 രാവിലെ 10 മണിക്ക് ബദർ സമൃദ്ധി സംഗമവും വൈകുന്നേരം 6:45 ഇഫ്താർ മീറ്റും സുന്നി സെന്ററിൽ നടക്കും. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. പൗരാണികതയിലും പെരുമയിലും ദൈവിക ചൈതന്യത്തിലും മുൻപന്തിയിൽ നിൽക്കുന്ന ക്നാവൂർ ശ്രീ കിരാതേശ്വര ക്ഷേത്രത്തിലെ ബ്രഹ്മകലശത്തിന്റെ ഭാഗമായി അരയാൽ കല്യാണം നടത്തി. രാവിലെ 9:30 12:30 ഇടയിലുള്ള ശുഭമുഹൂർത്തത്തിലായിരുന്നു അരയാൽ കല്യാണം. പൗരാണികതയിലും പെരുമയിലും ദൈവിക ചൈതന്യത്തിലും മുൻപന്തിയിൽ നിൽക്കുന്ന ക്നാവൂർ ശ്രീ കിരാതേശ്വര ക്ഷേത്രത്തിലെ ബ്രഹ്മകലശത്തിന്റെ ഭാഗമായി അരയാൽ കല്യാണം നടത്തി. രാവിലെ 9:30 12:30 ഇടയിലുള്ള ശുഭമുഹൂർത്തത്തിലായിരുന്നു കല്യാണം. ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരൻ മൂവരുടെയും ചൈതന്യം ഉൾക്കൊള്ളുന്ന വൃക്ഷമാണ് അരയാൽ. ഇതിൽ വിഷ്ണുവിന് പ്രാധാന്യം നൽകുന്ന ചടങ്ങാണ് അരയാൽ വിവാഹം. ലക്ഷ്മി ദേവിയുടെ ചൈതന്യം ഉൾക്കൊള്ളുന്ന ആര്യവേപ്പിനാണ് വധുവിന്റെ സ്ഥാനം. മഹാവിഷ്ണുവും ലക്ഷ്മി ദേവിയും തമ്മിലുള്ള വിവാഹവേളയിൽ 33 കോടി ദേവകളും പുഷ്പവൃഷ്ടി നടത്താൻ എത്തും എന്നാണ് ഐതിഹ്യം. അരയാൽ കല്യാണ ദർശനത്തിനായി നിരവധി ഭക്തജനങ്ങളാണ് ക്ഷേത്രത്തിലേക്ക് ഒഴുകിയെത്തിയത്. ന്യൂസ് ബ്യൂറോ, നീലേശ്വരം. ഹിന്ദു ഏകതാ സമ്മേളനം മാർച്ച് 1 മാവുങ്കൽ സ്വാമി രാമദാസ് നഗറിൽ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ ജന്മശതാബ്ദിയോടനുബന്ധിച്ച് കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും ഹിന്ദു ഏകതാ സമ്മേളനം നടന്നുവരികയാണ്. അജാനൂർ പഞ്ചായത്ത് ഹിന്ദു ഏകതാ സമ്മേളനം മാർച്ച് 1 വൈകിട്ട് 4 മണിക്ക് മാവുങ്കാൽ രാംദാസ് നഗറിൽ നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ ശതാബ്ദി വർഷമാണ്. ആ ശതാബ്ദി വർഷത്തിൽ ഗ്രാമഗ്രാമാന്തരങ്ങളിൽ സാമാജിക സമരസതയ്ക്ക് വേണ്ടിയിട്ട് പലതരത്തിലുള്ള പ്രോഗ്രാമുകളും പരിപാടികൾ നടത്തിവരികയാണ്. പഞ്ചപരിവർത്തനത്തിലൂടെ രാഷ്ട്ര പുരോഗതി എന്ന ആശയമാണ് ഈ ശതാബ്ദി വർഷത്തിൽ ആഘോഷിച്ചിട്ടുള്ളത്. അതിലെ കുടുംബ പ്രബോധനം, സാമാജിക സമരസത, പര്യാവരണം അതായത് പ്രകൃതി സംരക്ഷണം, സ്വദേശി പൗരബോധം, ഇങ്ങനെയുള്ള 5 കാര്യക്രമങ്ങളിലൂടെ ഈ രാഷ്ട്ര പുരോഗതിയിലേക്ക് എത്തിക്കാം എന്ന രാഷ്ട്രീയത്തോടു കൂടിയാണ് ഈ വർഷത്തെ എല്ലാ പ്രവർത്തനവും. അതിൻ്റെ ഭാഗമായിട്ട് അജാനൂർ ഗ്രാമപഞ്ചായത്ത് അല്ലെങ്കിൽ ഗ്രാമപഞ്ചായത്ത് കേന്ദ്രീകരിച്ച് ചില പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. 4 പരിപാടികളാണ് നാം ആസൂത്രണം ചെയ്തത്. അതൊന്ന് നമ്മുടെ കുടുംബങ്ങളിലുള്ള മുത്തശ്ശന്മാരുടെയും മുത്തശ്ശിമാരുടെയും ഒരു കൂട്ടായ്മ എന്ന രീതിയിൽ പൊയ്യക്കര കടപ്പുറത്ത് വെച്ച് നാം കഴിഞ്ഞ ദിവസം 15-ാം തീയതി നടത്തിയിരുന്നു. അവരുടെ അറിവുകൾ പൈതൃകത്തിലൂടെ കുട്ടികളിലേക്ക് എത്തിക്കുക എന്നതായിരുന്നു ആശയം. അപ്പോൾ അതുപോലെ
22-ാം തീയതി കുട്ടികളുടെ വിശ്വകർമ്മ ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ വെച്ച് അമ്മമാരുടെ ഒരു സമ്മേളനം നടക്കാൻ പോവുകയാണ്. RSS മുൻ പ്രാന്ത കാര്യവാഹ് ഗോപാലൻകുട്ടി മാസ്റ്റർ കോഴിക്കോട് മുഖ്യപ്രഭാഷണം നടത്തും. സ്വാഗത സംഘം ചെയർമാൻ ഗംഗാധരൻ മാസ്റ്റർ അധ്യക്ഷത വഹിക്കും. വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച വ്യക്തികളെയും പഞ്ചായത്തിലെ ആചാരസ്ഥാനികരെയും ക്ഷേത്രകർമ്മികളെയും ആദരിക്കും. തുടർന്ന് വിവിധ കലാപരിപാടികൾ നടക്കും. സമ്മേളനത്തിന്റെ ഭാഗമായി 22-ന് രാവിലെ 9 മണിക്ക് വിളംബര ഘോഷയാത്ര നടക്കും. ആനന്ദാശ്രമം പരിസരത്ത് നിന്ന് ആരംഭിച്ച് പുതിയ കണ്ടം പരശിവ വിശ്വകർമ്മ ക്ഷേത്രത്തിൽ സമാപിക്കും. തുടർന്ന് നടക്കുന്ന സപ്തശക്തി സംഗമത്തിൽ KP ശശികല ടീച്ചർ മുഖ്യപ്രഭാഷണം നടത്തും. ഗീതാ ബാബുരാജ് അധ്യക്ഷത വഹിക്കും. വൈകിട്ട് 4 മണിക്ക് പഞ്ചായത്തിലെ വിവിധ ക്ലബ്ബുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് കിഴക്കുംകരയിൽ നിന്ന് മാവുങ്കാലിലേക്ക് കൂട്ടയോട്ടം സംഘടിപ്പിക്കും. കാഞ്ഞങ്ങാട്ട് നടന്ന വാർത്താ സമ്മേളനത്തിൽ ഗംഗാധരൻ മാസ്റ്റർ, കൺവീനർ P ദിവാകരൻ, സാമ്പത്തിക കമ്മിറ്റി ചെയർമാൻ TV ചന്ദ്രൻ, വ്യവസ്ഥ പ്രമുഖ് ബാലകൃഷ്ണൻ സൂര്യോദയം, വർക്കിംഗ് ചെയർമാൻ P ഗണേഷ് എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പാണത്തൂർ മഞ്ഞടുക്കം ശ്രീ തുളൂർവനത്ത് ഭഗവതി ക്ഷേത്രത്തിലെ കളിയാട്ട മഹോത്സവത്തിന്റെ 4ാം കളിയാട്ട ദിനത്തിൽ വിവിധ തെയ്യങ്ങൾ അരങ്ങിലെത്തി ഭക്തർക്ക് അനുഗ്രഹം ചൊരിഞ്ഞു. നിരവധി ഭക്തജനങ്ങളാണ് ഓരോ ദിവസവും ദൈവങ്ങളെ തൊഴുത് അനുഗ്രഹം തേടിയെത്തുന്നത്. മഞ്ഞടുക്കം ശ്രീ തുളൂർവനത്ത് ഭഗവതി ക്ഷേത്രം കളിയാട്ട മഹോത്സവത്തിന്റെ 4ാം കളിയാട്ട ദിനത്തിൽ മുന്നായിരീശ്വരന്റെ വെള്ളാട്ടവും തുടർന്ന് കരിന്ദ്രായർ, പുലിമാരൻ, വേട്ടേക്കുരുമകൻ തെയ്യങ്ങളുടെ പുറപ്പാടും നടന്നു. നിരവധി ഭക്തജനങ്ങളാണ് ഓരോ ദിനത്തിലും പാണത്തൂർ മഞ്ഞടുക്കം ശ്രീ തുളൂർവനത്ത് ഭഗവതി ക്ഷേത്ര കളിയാട്ട മഹോത്സവ സന്നിധിയിലെത്തുന്നത്. ന്യൂസ് ബ്യൂറോ, പാണത്തൂർ. കേരള സോയിൽ ആൻഡ് വാട്ടർ കൺസർവേഷൻ എഞ്ചിനീയറിംഗ് സ്റ്റാഫ് ഫെഡറേഷൻ വാർഷിക സംസ്ഥാന സമ്മേളനം 21-22 തീയതികളിൽ കാഞ്ഞങ്ങാട്ട് നടക്കും. പ്രതിനിധി സമ്മേളനം മന്ത്രി P പ്രസാദ് ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കേരള സോയിൽ ആൻഡ് വാട്ടർ കൺസർവേഷൻ എഞ്ചിനീയറിംഗ് സ്റ്റാഫ് ഫെഡറേഷൻ വാർഷിക സംസ്ഥാന സമ്മേളനം 21-22 തീയതികളിൽ കാഞ്ഞങ്ങാട്ട് വെച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വൈകിട്ട് 3 മണിക്ക് വിളംബര ജാഥ. കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടക്കുന്ന സാംസ്കാരിക സമ്മേളനം CPI ജില്ലാ സെക്രട്ടറി CP ബാബു ഉദ്ഘാടനം ചെയ്യും. നമ്മുടെ വകുപ്പിലെ ദേവതയെ കുറിച്ച് നിലനിൽക്കുന്ന വകുപ്പാണ്. വേറൊന്നുമില്ല, ഈ നമ്മുടെ പ്രോജക്റ്റുകളെല്ലാം കേന്ദ്ര ഗവൺമെന്റിന്റെ സ്കീം പ്രോജക്റ്റാണ്. നബാർഡാണ് നമുക്ക് ഫണ്ട് തരുന്നത്. കാരണം ആൾറെഡി 31 റേഞ്ചിൽ നമുക്ക് കേരളത്തിൽ മൊത്തത്തിൽ 1441 കോടി രൂപയുടെ പ്രോജക്റ്റാണ് കേരള ഗവൺമെന്റ് പാസ്സാക്കി കേന്ദ്രം ഉണ്ടായിരുന്നത്. അതിനകത്ത് കൃഷി വകുപ്പിന്റെ സോയിൽ കൺസർവേഷന് മാത്രം 69.44 കോടി രൂപയുടെ പ്രോജക്റ്റ് കേരള ഗവൺമെന്റ് പാസ്സാക്കി കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതിൽ നമ്മുടെ സ്കീമുകൾ വരുമ്പോൾ നബാർഡ് ഫണ്ട് തരുന്നുണ്ട്. പക്ഷെ അത് ഈ വർഷം അവർ ഇതുവഴി ഫണ്ട് പാസ്സാക്കി തരാത്ത അവസ്ഥയാണ്. കാരണം കേരളം നമ്മൾ ഈ 1440 കോടി പാസ്സാക്കി കൊടുത്തെങ്കിലും അങ്ങേക്ക് ചീഫ് സെക്രട്ടറി അധ്യക്ഷ കൂടി മീറ്റിംഗ് പ്രോജക്റ്റ് പാസ്സാക്കി കൊടുത്തു. പിന്നെ ഡൽഹിയിലാണ് ആ പ്രോജക്റ്റ് നമുക്ക് ഫണ്ട് ഉൾപ്പെടെ തരേണ്ടത്. പക്ഷേ ഇതുവരെയും നമുക്ക് ഫണ്ട് പാസ് തന്നില്ല. അതിനകത്ത് വളരെ തുച്ഛമായ എമൗണ്ട് പ്രോജക്റ്റുകൾ പാസ്സായിട്ടുണ്ട്. നമ്മുടെ വകുപ്പിലുള്ള 69.46 കോടി രൂപ പ്രോജക്റ്റിന് 1 രൂപ പോലും ഫണ്ട് പാസ് തന്നിട്ടില്ല. കവിയും എഴുത്തുകാരനുമായ മാധവൻ പുറച്ചേരി മുഖ്യപ്രഭാഷണം നടത്തും. സ്വാഗത സംഘം ചെയർമാൻ KV കൃഷ്ണൻ അധ്യക്ഷത വഹിക്കും. 22-ന് രാവിലെ 10 മണിക്ക് പതാക ഉയർത്തൽ. 10:30 പ്രതിനിധി സമ്മേളനം. കൃഷി വകുപ്പ് മന്ത്രി P പ്രസാദ് ഉദ്ഘാടനം ചെയ്യും. ഒരു ഡിപ്പാർട്ട്മെന്റാണ്
മണ്ണ് പര്യവേഷണ മണ്ണ് സംരക്ഷണ വകുപ്പ്. ഈ കാലവർഷവും പ്രകൃതി ദുരന്തങ്ങളും ഒക്കെ നമ്മുടെ നാട്ടിൽ കൂടുതലായി നടമാടുന്ന ഈ സമയത്ത് ഈ ഡിപ്പാർട്ട്മെന്റിന്റെ പ്രസക്തി വളരെ പ്രധാനപ്പെട്ടതാണ്. കൃഷിയുമായി ബന്ധപ്പെട്ട് കാർഷിക മേഖലയുടെ അഭിവൃദ്ധി ലക്ഷ്യമാക്കിക്കൊണ്ട് തന്നെയാണ് ഈ ഡിപ്പാർട്ട്മെന്റ് നാളിതുവരായി പ്രവർത്തിക്കുന്നത്. പക്ഷേ 1963 വകുപ്പ് രൂപീകരിക്കുന്ന സമയത്ത് കൂടുതൽ കാർഷിക മേഖല ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ ജനസംഖ്യാ വർധനവിന്റെ ആനുപാതികമായി കാർഷിക മേഖല ആകെ കുറഞ്ഞു വരുന്ന ഒരു രീതിയിലാണ് നമ്മൾ കാണുന്നത്. പക്ഷെ ആ സമയത്ത് കാലത്തിനനുസരിച്ചിട്ടുള്ള പുതിയ പ്രവൃത്തികളാണ് നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ഏറ്റെടുത്ത് നടത്തുന്നത്. മുൻകാലങ്ങളിൽ ലോൺ സ്കീമുകൾ, ചെറിയ ലോൺ സ്കീമുകളായി പോയിരുന്ന ഡിപ്പാർട്ട്മെന്റ് ഇന്ന് കോടികളുടെ പ്രോജക്റ്റ് കേന്ദ്ര ഗവൺമെന്റ്, നേരത്തെ ജനറൽ സെക്രട്ടറി പറഞ്ഞ പോലെ കേന്ദ്ര ഗവൺമെന്റിന്റെ വിവിധങ്ങളായ പ്രോജക്റ്റുകളാണ്, കോടികളുടെ പ്രോജക്റ്റ് ആണ് ഗവൺമെന്റിലേക്ക് സബ്മിറ്റ് ചെയ്യുന്നത്. സംസ്ഥാന പ്രസിഡന്റ് കെ പ്രീത അധ്യക്ഷത വഹിക്കും. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ സോയ ഉപഹാര സമർപ്പണം നടത്തും. 180 പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കും. യാത്രയയപ്പ് സമ്മേളനം ഇ ചന്ദ്രശേഖരൻ MLA ഉദ്ഘാടനം ചെയ്യും. വൈകിട്ട് 4:30 ഭാരവാഹി തെരഞ്ഞെടുപ്പ് നടക്കും. കാഞ്ഞങ്ങാട്ട് നടന്ന വാർത്താ സമ്മേളനത്തിൽ സംസ്ഥാന പ്രസിഡന്റ് കെ പ്രീത, ജനറൽ സെക്രട്ടറി GR സന്തോഷ് കുമാർ, സെക്രട്ടറി നരേഷ് കുമാർ കുന്നിയൂർ, വൈസ് പ്രസിഡന്റ് സിജു ഇഗ്നേഷ്യസ്, സ്വാഗത സംഘം കൺവീനർ A ബാബു എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കേന്ദ്ര സർക്കാരിന്റെ പുതിയ ട്രാഫിക് നിയമ നടപടികൾ പിൻവലിക്കണമെന്ന ആവശ്യം CITU ഓട്ടോ തൊഴിലാളികൾ കാഞ്ഞങ്ങാട് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. കേന്ദ്ര സർക്കാരിന്റെ പുതിയ ട്രാഫിക് നിയമ നടപടികൾ പിൻവലിക്കുക, വാഹനങ്ങളുടെ പെർമിറ്റ്, ഡ്രൈവറുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്ന നടപടി പിൻവലിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഓട്ടോ ലൈറ്റ് മോട്ടോഴ്സ് വർക്കേഴ്സ് സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം ഓട്ടോ തൊഴിലാളി യൂണിയൻ CITU കാഞ്ഞങ്ങാട് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ഓട്ടോ തൊഴിലാളി യൂണിയൻ CITU കാഞ്ഞങ്ങാട് ഏരിയ പ്രസിഡന്റ് M പൊക്ലൻ അധ്യക്ഷത വഹിച്ചു. CITU ജില്ലാ വൈസ് പ്രസിഡന്റ് കാറ്റാടി കുമാരൻ ഉദ്ഘാടനം ചെയ്തു. മോട്ടോർ മേഖലയിലെ തൊഴിലാളികളെ ബാധിക്കുന്ന വിഷയമായതുകൊണ്ടാണ് തൊഴിലാളികൾ ഈ സമരവുമായി മുന്നോട്ട് വന്നിട്ടുള്ളത്. രാജ്യത്ത് കോടാനുകോടി വാഹനങ്ങളുണ്ട്. അതിൽ ഒരു നിശ്ചിത ശതമാനം മാത്രമാണ് തൊഴിലാളികൾ സേവന മേഖലയിൽ ചെയ്യുന്നത്. ഈ ഓട്ടോറിക്ഷ തൊഴിലാളികളൊന്നും അവരെ രാവിലെ ഓട്ടോറിക്ഷ എടുത്ത് വരുന്നത് അവരുടെ സ്വന്തം കാര്യത്തിന് വേണ്ടിയിട്ടല്ല. ഈ നാട്ടിലെ ജനങ്ങൾക്ക് ആശുപത്രിയിൽ പോകണം, കടയിൽ പോകണം, ജോലി സ്ഥലത്ത് പോകണം, മറ്റ് പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലെല്ലാം യാത്ര ചെയ്തതിന് വേണ്ടിയിട്ടാണ് ഓട്ടോറിക്ഷ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ബസ്, ഓട്ടോറിക്ഷയിൽ പോകാൻ കഴിയാത്ത ദൂരത്തേക്കാണെങ്കിൽ ബസ്സിൽ പോകും, ചെറിയ ദൂരത്തേക്കാണെങ്കിൽ സ്വന്തം വാഹനം ഉപയോഗിച്ച് പോകും. എല്ലാം ഉപയോഗിക്കുന്നത് ജനങ്ങൾ സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്. ചില സന്ദർഭങ്ങളിൽ നിസ്സാരമായിട്ടുള്ള ചില കാരണങ്ങൾ കൊണ്ട് മോട്ടോർ തൊഴിലാളികളെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പുതിയ നയമനുസരിച്ച് ഒരു 4 പ്രാവശ്യമാണ് അവർക്കെതിരായിട്ട് ട്രാഫിക് ലംഘനം നടത്തി എന്ന പേരിൽ പിഴ വരുന്നെങ്കിൽ പിന്നെന്ത് ചെയ്യും? അവരുടെ ലൈസൻസ് കട്ട് ചെയ്യും, ആ വാഹനത്തിൻ്റെ പെർമിറ്റ് ഇല്ലാതാവും. അപ്പോൾ എങ്ങനെ ജോലി ചെയ്യും, എങ്ങനെ യാത്ര ചെയ്യും? അപ്പോൾ ജനങ്ങൾക്ക് എങ്ങനെ ഈ ട്രാഫിക്കുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കാം എന്നാണ് ഗവൺമെൻറ് ആലോചിക്കേണ്ടത്. അതിനു പകരം നിയമം ലംഘിക്കുന്നതിന് വേണ്ടിയുള്ള നിലയിൽ കാര്യങ്ങൾ ആലോചിക്കുകയല്ല ചെയ്യുന്നത്. നമുക്കറിയാം, നമ്മൾ 1985 തോന്നുന്നു രാജീവ് ഗാന്ധി നമ്മുടെ ഇന്ത്യ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് വാഹനങ്ങൾക്ക് കണ്ടമാനം പെർമിറ്റ് കൊടുത്ത് അന്ന് അതിനെതിരായി ഏറ്റവും കൂടിയ നിലയിലുള്ള വലിയ സമരങ്ങളെല്ലാം നടത്തി. ജില്ലാ കമ്മിറ്റി അംഗം UK പവിത്രൻ, ഡിവിഷൻ സെക്രട്ടറിമാരായ പ്രമോദ് മണലിൽ, ഉണ്ണി പാലത്തിങ്കാൽ, സുനിൽകുമാർ വേലാശ്വരം എന്നിവർ സംസാരിച്ചു. ഏരിയ സെക്രട്ടറി P രാഘവൻ സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ചേറ്റുകുണ്ട് മീത്തൽ വീട് തറവാട് വയനാട്ട് കുലവൻ തെയ്യംകെട്ട് മഹോത്സവം ഏപ്രിൽ 7 മുതൽ 9 വരെ നടക്കും. ബ്രോഷർ പ്രകാശനം ചെയ്തു. പാലക്കുന്ന് കഴകം ചേറ്റുകുണ്ട് മീത്തൽ വീട് തറവാട് വയനാട്ട് കുലവൻ തെയ്യംകെട്ട് ഉത്സവം ഏപ്രിൽ 7 മുതൽ 9 വരെ തീയതികളിലായാണ് നടക്കുന്നത്. മാർച്ച് 2 കൂവം അളക്കും. തെയ്യംകെട്ടിന്റെ ബ്രോഷർ പ്രകാശനം നടന്നു. CH കുഞ്ഞമ്പു MLA പ്രകാശന കർമ്മം നിർവഹിച്ചു. പ്രത്യേകിച്ചും ദൈവിക കാര്യങ്ങൾ കാണുമ്പോൾ അതിൻ്റെ എണ്ണം വല്ലാണ്ട് കൂടി വരികയാണ്. മുമ്പ് കാലത്ത് അത്ര വലിയ തോതിൽ ആളുകൾ വരാൻ മത്സരത്തിൽ പോലും
ഇപ്പോൾ 1000, 10,000 10,000 ലക്ഷത്തിലേക്ക്. നിങ്ങൾക്കറിയാം ഉച്ചഭക്ഷണം രാത്രിത്തെ ഭക്ഷണം എത്ര വർക്കാണ് വെക്കുന്നതാണ്. ഈ ഉച്ചഭക്ഷണം 5 മണിക്കും രാത്രിത്തെ ഭക്ഷണം 12 മണി വരെയും 1 മണി വരെയും നിലനിൽക്കലാണ് ഇപ്പോഴത്തെ ഭക്ഷണത്തിൽ ആഘോഷകാലങ്ങളിലെ ഭക്ഷണത്തിൻ്റെ രീതിയാണ്. അപ്പോൾ ജനങ്ങൾക്ക് അതിൽ വിശ്വാസമുണ്ട്, താല്പര്യമുണ്ട്, ജനത്തിന് അവിടെ പോകണമെന്നുണ്ട്. അത് കുടുംബസമേതവുമാണ്. കുട്ടികൾ മുതൽ പ്രായം ചെന്ന ആളുകൾ വരെ. അപ്പോൾ അവർക്ക് മുഴുവൻ ഒരു ഇത്രയും ആളുകൾ വരുമ്പോൾ ഉണ്ടാകുന്ന ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ ഇല്ലാതെ ശരിയായ രൂപത്തിൽ കൊണ്ടുപോകും എന്നാണ് സംഘാടകരുടെ പ്രധാനപ്പെട്ട ജോലി. അക്കാര്യത്തിൽ വളരെ സമർത്ഥരായ സംഘാടകരാണ്. എത്രയോ ഉത്സവങ്ങൾ നടത്തി, ആഘോഷങ്ങൾ നടത്തി ഒരു 2-3 ലക്ഷം ആളുകൾ നന്നായി മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയുന്ന, ഈ 5-10 ലക്ഷം വന്നാലും മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയത്തക്ക നിലയിൽ നന്നായി കൈകാര്യം ചെയ്യുന്നവർ നമുക്കുണ്ട്. ക്ഷേത്രസ്ഥാനികരായ രവീന്ദ്രൻ കാരണവർ, രവീന്ദ്രൻ കളക്കാരൻ, അശോകൻ നാലട്ടുകാരൻ എന്നിവർ ചേർന്ന് ഏറ്റുവാങ്ങി. ആഘോഷ കമ്മിറ്റി ചെയർമാൻ ഉദയമംഗലം സുകുമാരൻ അധ്യക്ഷത വഹിച്ചു. പാലക്കുന്ന് കഴകം ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് കെ ബാലകൃഷ്ണൻ, ജനറൽ സെക്രട്ടറി പി കെ രാജേന്ദ്രനാഥ്, വൈസ് പ്രസിഡന്റുമാരായ കൃഷ്ണൻ ചട്ടഞ്ചാൽ, കെ വി അപ്പു, പള്ളിക്കര പഞ്ചായത്ത് അംഗങ്ങളായ പി അബ്ബാസ്, ബി ജയലക്ഷ്മി, ഉദുമ പഞ്ചായത്ത് അംഗം കൃഷ്ണൻ പള്ളം, കോർഡിനേറ്റർ രാജൻ പൂച്ചക്കാട്, സി എച്ച് നാരായണൻ, ഉത്തര മലബാർ തീയ സമുദായ ക്ഷേത്ര സംരക്ഷണ സമിതി ജനറൽ സെക്രട്ടറി നാരായണൻ ചൂരിക്കോട്, തീയ മഹാസഭ സംസ്ഥാന പ്രസിഡന്റ് ഗണേശൻ അരമങ്ങാനം, പബ്ലിസിറ്റി ചെയർമാൻ സുകുമാരൻ പൂച്ചക്കാട്, പ്രശാന്ത് മുക്കൂട്, പാലക്കുന്നിൽ കുട്ടി, കൃഷ്ണൻ മുക്കൂട്, സുകുമാരൻ ചേറ്റുകുണ്ട്, പി പി ചന്ദ്രശേഖരൻ, സുകുമാരൻ ചേറ്റുകുണ്ട്, ഐശ്വര്യകുമാരൻ, സതീഷ് കാവടി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാസർഗോഡ് ചന്ദേര പോലീസ് സ്റ്റേഷൻ പരിധിയിൽ 16-കാരിയെ കൂട്ടബലാത്സംഗത്തിനിരയാക്കിയതായി പരാതി. സംഭവത്തിൽ 15-കാരൻ ഉൾപ്പെടെ 5 പേർക്കെതിരെ പോക്സോ വകുപ്പ് പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തു. കാസർഗോഡ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ വിദ്യാർത്ഥികളുടെ പഠനം പ്രതിസന്ധിയിൽ. പഠനം ആരംഭിച്ച് 4 മാസം കഴിഞ്ഞിട്ടും അനാട്ടമി ലാബ് പോലും ഒരുക്കിയിട്ടില്ല. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് സേവനം ഇനി മംഗളൂരുവിലും. KCCL കൂഡ്ലയുടെ ഉദ്ഘാടനം ഫെബ്രുവരി 21-ന് കർണാടക നിയമസഭാ സ്പീക്കർ UT ഖാദർ നിർവഹിക്കും. വന്ദേമാതരം കോസ്റ്റൽ സൈക്ലോത്തോണിന് ജില്ലയിൽ ഉജ്ജ്വല സ്വീകരണം. NCC കാഡറ്റുകൾ തൃക്കണ്ണാട് മുതൽ ബേക്കൽ ബീച്ച് വരെയും ബീച്ചിൽ നിന്ന് ചാമുണ്ടിക്കുന്ന് വരെയും സൈക്കിൾ റാലിയെ അനുഗമിച്ചു. തെരുവത്ത് ചിരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ ബ്രഹ്മകലോത്സവവും നടാവലി ഉത്സവവും 23-ന് തുടങ്ങും. മാർച്ച് 1 വരെ നീളുന്ന ഉത്സവ ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി കാവുമഠം ബ്രഹ്മശ്രീ വിഷ്ണുപ്രകാശ തന്ത്രി കാർമ്മികത്വം വഹിക്കും. മഞ്ചേശ്വരം താലൂക്ക് ലൈബ്രറി കൌൺസിൽ താലൂക്ക് തല സെമിനാർ സംഘടിപ്പിച്ചു. കാസർഗോഡ് ജില്ലാ ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് KV ദിലീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു. പിലിക്കോട് ഉത്തരമേഖല കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ ഫാം കാർണിവൽ വൈവിധ്യമാർന്ന പരിപാടികളോടെ നടക്കും. 17 ദിവസം നീളുന്ന കാർണിവൽ കൃഷിമന്ത്രി P പ്രസാദ് ഉദ്ഘാടനം ചെയ്യും. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.